ഞാൻ 6 വർഷമായിട്ട് ഉണ്ണിയോട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ കുറേ ടീസിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ നിന്ന് ആക്ച്വലി. പക്ഷേ ഈ അടുത്ത കാലത്ത് പുള്ളിക്ക് കുറേ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിയുടെ പടങ്ങൾ മാർക്കോയ്ക്ക് ശേഷം പിന്നെ ഒരു പടം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. എക്സൽ ബേബി പരാജയപ്പെട്ടു, പുതിയ പടങ്ങൾ കിട്ടുന്നില്ല. പിന്നെ പുള്ളി സംവിധാനം ചെയ്യാനിരുന്ന പടം ഗോകുലം മൂവീസ് ചെയ്യുമെന്ന് പറഞ്ഞു, അവർ പിന്മാറി. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ ഫ്രസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ പുള്ളി കൂടെ ഉള്ളവരോടാണ് ഫ്രസ്ട്രേഷൻ തീർക്കുന്നത്. പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന ആരും ഒന്നും കൂടിയില്ല. അതല്ല ഇപ്പം എനിക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ, അപ്പം അതിനൊരു പരിധിയുണ്ടല്ലോ. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ റീസെൻ്റായിട്ട് പറഞ്ഞാൽ ഇപ്പം നരിവട്ടം എന്ന് പറഞ്ഞ പടം ഇറങ്ങി. ഞാനൊരു പ്രൊമോഷൻ കൺസൾട്ടൻ്റാണ്. ഞാൻ ഒരുപാട് സിനിമയ്ക്ക് ചെയ്യുന്നതാണ്. 18 വർഷമായിട്ട് ഇൻഡസ്ട്രിയുള്ളതാണ്. ഞാൻ മറ്റു പടങ്ങൾക്കും മറ്റു താരങ്ങളുടെയൊക്കെ PR ചെയ്യുന്നതാണ്. അപ്പം ഈ അടുത്ത് നരിവട്ടം എന്ന് പറഞ്ഞ പടം ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനെ പ്രശംസിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ അത് കണ്ടപ്പോഴും ഉണ്ണിക്കത് പിടിച്ചില്ല. പുള്ളി ഞാൻ ഇന്ന് രാത്രി വിളിച്ച് പറഞ്ഞു, ഈ മാനേജർ പരിപാടി വേണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഓക്കെ പറഞ്ഞു. അല്ല, ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ട്. കാരണം വെച്ചാൽ ഞാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇൻഡസ്ട്രിയിൽ, നമുക്ക് പറയാൻ പറ്റായിട്ടുള്ള ഒരുപാട് അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ വഴിയേ പറയാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇങ്ങനെ അതെ, ഫോണിൽ വിളിച്ചിട്ടാണ്. അതെ അതോട്ട് വരാൻ പറയാം. അല്ല, എനിക്കൊന്ന് നരിവേട്ട സിനിമയുടെ പോസ്റ്റ് അത് നല്ല സിനിമയാണെന്നത് വിപിന്റെ ഞാൻ വർക്ക് ചെയ്യുന്ന അതെ എന്റെ ഇൻസ്റ്റാഗ്രാമിലാണ് ഇട്ടത്. ഞാൻ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ ആ പടത്തിൽ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ അങ്ങനെ ഒരു പെയ്ഡ് മാനേജർ അല്ല. ഞാൻ PR കൺസൾട്ടൻ്റ് ആണ്. ഞാൻ ഒരുപാട് സിനിമയ്ക്ക് വർക്ക് ചെയ്യുന്നത്. ഞാൻ 500 പേരും പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അറിയാവുന്നതാണ്. അതാ ഞാൻ പറഞ്ഞു, ഈ അടുത്ത് പുള്ളിക്ക് പടങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. അത് പുള്ളിയുടെ ഉള്ള പ്രശ്നമാണ്, അത് എന്റെ പ്രശ്നമല്ല. അല്ല, അതൊക്കെ ഞാനത് മൊഴി കൊടുത്തിട്ടുണ്ട്. അത് വഴി അവർ പറയും. അതിൽ കൂടുതൽ എനിക്ക് ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെയാണ് കാര്യങ്ങൾ. അതെനിക്ക് ഇൻഡസ്ട്രിയിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല. ഇൻഡസ്ട്രിയിലും അല്ലെങ്കിൽ ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമുണ്ട്. എനിക്ക് കൂടുതൽ ഞാൻ FFKയിൽ പരാതി കൊടുത്തിട്ടുണ്ട്, അമ്മയിലും എല്ലായിടത്തും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്, എല്ലാ സംഘടനയിലും പരാതി കൊടുത്തിട്ടുണ്ട്. അതെ അതെ പാർക്കിങ്ങിലേക്ക്, ബേസ്മെന്റ് പാർക്കിങ്ങിലേക്ക് വിളിപ്പിച്ചിട്ട് മർദ്ദിക്കുക. അതെ, എനിക്കറിയില്ല, ഉണ്ടാവും, ഉറപ്പായിട്ടും തീർച്ചയായിട്ടും. ഞാൻ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. എനിക്ക് കുറച്ച് അസ്വസ്ഥത ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അവിടുന്ന് ഇന്റിമേഷൻ ഒക്കെ പോയായിരുന്നു. എന്തോ അവിടുന്ന് ഇന്റിമേഷൻ പോയായിരുന്നു. നേരിട്ട് ഒന്ന് പരാതിപ്പെട്ടുണ്ടാവും. ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത്. നേരിട്ട് ഒന്ന് പരാതിപ്പെടുകയായിരുന്നു. ഈ മർദ്ദനം എങ്ങനെയാണ് മർദ്ദിച്ചത്? എന്തെങ്കിലും ആയുധം വെച്ചാണോ? അല്ല, ആയുധമൊന്നും ഇല്ലായിരുന്നു, അല്ലാതെ മർദ്ദിക്കായിരുന്നു. കൈകൊണ്ട്. അതെ അതെ, ഞാൻ പിന്നെ അത് എസ്കേപ്പായി മാറുമായിരുന്നു. താങ്കൾ ഒരു കണ്ണടയൊക്കെ ചവിട്ടി പൊട്ടിച്ചിരുന്നു. അതെ അതെ, ഏതാണ്? എന്റെ ഒരു കണ്ണടിയൊക്കെ ചവിട്ടി പൊട്ടി. അതെനിക്ക് വേറൊരു താരം ഗിഫ്റ്റ് തന്ന കണ്ണടി. ഏത് താരമാണ് അത്? ഇല്ല, ഞാൻ എന്നെ വിളിച്ചിട്ടില്ല. ഓക്കെ, ഞാൻ പിന്നെ സംസാരിക്കാം. എനിക്ക് തീരെ വയ്യ. ഞാൻ രാവിലെ ഇറങ്ങിയ. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. നടൻ ഉണ്ണി മുകുന്ദന്റെ മാനേജർ വിപിൻ കുമാറിന്റെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത്. ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചുവെന്ന പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മാനേജർ വിപിൻ കുമാർ. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിലെ ഇൻഫോ പാർക്ക് പോലീസ് ഉണ്ണി മുകുന്ദനെതിരെ കേസെടുത്തു. ഇവർ തമ്മിലുള്ള, അതായത് ഉണ്ണി മുകുന്ദനും മാനേജറും തമ്മിലുള്ള ഏറെ നാളായിട്ടുള്ള പ്രശ്നങ്ങൾ ആണ് ഈ ആക്രമണത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരാതിയിൽ നടൻ ഉണ്ണി മുകുന്ദനെതിരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിരിക്കുന്നു. കൊച്ചിയിലെ തന്റെ ഫ്ളാറ്റിലെത്തി മർദ്ദിച്ചുവെന്നാണ് വിപിൻ കുമാർ പരാതി നൽകിയത്. വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് പോലീസിന്റെ നടപടി. ടൊവിനോ തോമസ് നായകനായ നരിവേട്ടയെ പ്രശംസിച്ചതാണ് മർദ്ദനത്തിന് കാരണമെന്ന് വിപിൻ പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ സംഘടനകളും ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. നവമി ദിനേശ് ചേരുന്നു വിവരങ്ങളുമായി. നവമി, ഈ വിപിൻ കുമാറും ഉണ്ണി മുകുന്ദനും തമ്മിൽ കുറച്ച് നാളുകളായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ഏറ്റവും ഒടുവിൽ ടൊവിനോ തോമസ് നായകനായ നരിവേട്ട എന്ന സിനിമയെ പ്രശംസിച്ച് പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ ഉണ്ണി മുകുന്ദൻ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് വിപിന്റെ പരാതിയിലുണ്ട്. പോലീസ് കേസെടുത്തിട്ടുണ്ട്. സിനിമാ സംഘടനകൾക്കും താൻ പരാതി നൽകിയെന്ന് വിപിൻ പറയുന്നു. ഈ വിഷയത്തിൽ സിനിമാ സംഘടനകളുടെ ഭാഗത്തുനിന്ന് പ്രതികരണം വന്നിട്ടുണ്ടോ? ഉണ്ണി മുകുന്ദൻ ഇതിനോട് എന്താണ് പ്രതികരിച്ചിരിക്കുന്നത്? വിപിനും ഉണ്ണിമുകുന്ദനും തമ്മിൽ 6 വർഷത്തെ ബന്ധമാണ്. ഇതിൽ നമുക്ക് വ്യക്തിപരമായി തന്നെ ഉണ്ണിമുകുന്ദന് ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി അല്ലെങ്കിൽ അഭിമുഖത്തിനൊക്കെ ബന്ധപ്പെടുന്നത് ഈ വിപിൻ വഴിയാണ്. വിപിനാണ് അത്രയും അടുത്ത് എല്ലാ കാര്യങ്ങളും, ഈ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഉണ്ണിമുകുന്ദന്റെ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം നമ്മൾ ബന്ധപ്പെടുന്നത് വിപിനെയാണ്. ഒപ്പം ഉണ്ണിമുകുന്ദൻ പ്രത്യക്ഷപ്പെടുന്ന എല്ലാ വേദികളിലും വിപിനെയും നമ്മൾ കാണാറുണ്ട്. ഈ ഒടുക്കം ലൂസിഫർ അടക്കമുള്ള ചിത്രങ്ങളെ, ഉണ്ണിമുകുന്ദന്റെ മാത്രമല്ല പൃഥ്വിരാജിന്റെയും ടൊവിനോന്റെയും ഒക്കെ സിനിമയുടെ ഭാഗമാകുന്ന ഒരു PR കമ്പനിയിൽ കൂടി വർക്ക് ചെയ്യുന്ന വ്യക്തി കൂടിയാണ് വിപിൻ. അങ്ങനെ ലൂസിഫറിലും ഈ വിപിൻ
പ്രവർത്തിച്ചിട്ടുണ്ടെന്നൊക്കെ ആണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ വിഷയത്തിലേക്ക് വന്നാൽ ഇവർ ഇത്രയും അടുത്ത ബന്ധത്തിൽ തന്നെയാണ്. പക്ഷേ കുറച്ച് നാളുകളായി തന്നെ ഉണ്ണിമുകുന്ദനും വിപിനും തമ്മിൽ ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു എന്നാണ് ഇവരുമായി അടുത്തു നിൽക്കുന്ന ആളുകൾ പറയുന്നത്. വിപിൻ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇൻഫോ പാർക്ക് പോലീസിനെത്തി പരാതി നൽകിയത്. ആ പരാതിയിൽ പറയുന്നത് ഉണ്ണിമുകുന്ദൻ ഈ നരിവേട്ട എന്ന സിനിമ, ടൊവിനോ തോമസ് അഭിനയിച്ച നരിവേട്ട എന്ന സിനിമ, അത് കഴിഞ്ഞ ദിവസം റിലീസായിരുന്നു. ആ സിനിമ കണ്ട് ആ സിനിമയെ പ്രശംസിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതിനുശേഷം ഇന്നലെ രാവിലെ 11 മണിയോടുകൂടി കാക്കനാട്ടത്തെ വിപിന്റെ ഫ്ളാറ്റിലേക്ക് ഉണ്ണിമുകുന്ദൻ വരികയും പാർക്കിങ്ങിലേക്ക് വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ആ സമയത്ത് വിപിൻ അവിടെ എത്തി ഇവർ തമ്മിൽ സംസാരിക്കുകയും എന്തിനാണ് ടൊവിനോന്റെ സിനിമയെ പ്രശംസിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടതെന്ന് ചോദ്യം ചെയ്തുകൊണ്ട് ആദ്യം കരണത്തടിക്കുകയും പിന്നീട് അശ്ലീലം പറയുകയും ശേഷം വീണ്ടും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോൾ പിടിച്ചു നിർത്തി വീണ്ടും മർദ്ദിച്ചു, കരണത്തടിച്ചു മർദ്ദിച്ചു എന്നാണ് വിപിൻ പരാതി നൽകിയിരിക്കുന്നത്. ഒപ്പം ഈ ടൊവിനോ തോമസ് തന്നെ സമ്മാനമായി നൽകിയ കൂളിംഗ് ഗ്ലാസ് ആണ് ഈ ഉണ്ണിമുകുന്ദൻ ചവിട്ടിപ്പൊട്ടിച്ചതെന്നു കൂടിയാണ് ഈ പരാതിയിൽ പറയുന്നത്. എന്തായാലും ഈ മർദ്ദിക്കുക, ബലപ്രയോഗം നടത്തുക, അസഭ്യം പറയുക എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇങ്ങനെ മർദ്ദനത്തിന് ശേഷം ഉണ്ണിമുകുന്ദൻ പോവുകയും ചെയ്തു. ഉണ്ണിമുകുന്ദനോടൊപ്പം മറ്റൊരു വ്യക്തിയും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൽ കുറച്ചുകൂടി വ്യക്തത കൈവരേണ്ടതുണ്ട്. മേപ്പടിയാൻ, ഉണ്ണിമുകുന്ദന്റെ തന്നെ മേപ്പടിയാൻ എന്നൊരു സിനിമയുടെ സംവിധായകൻ വിഷ്ണുവും ഒപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ വിപിൻ പറയുന്നത് പ്രകാരം തന്റെ ഫ്ളാറ്റിലെ ഈ പാർക്കിങ്ങിലെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാൽ ഉണ്ണിമുകുന്ദൻ തന്നെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഇതെല്ലാം പോലീസിന് മുന്നിൽ നൽകുമെന്നാണ് വിപിൻ പറയുന്നത്. വിപിന്റെ മൊഴി ഇന്നലെ വിശദമായി എടുത്തതിന് ശേഷമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇൻഫോ പാർക്ക് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം ഈ ഉണ്ണിമുകുന്ദനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. പക്ഷേ വലിയ രീതിയിലുള്ള മുറിവുകൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മർദ്ദനങ്ങളൊന്നും തന്നെ വിപിന്റെ ശരീരത്ത് ഉണ്ടായിട്ടില്ല എന്നുകൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഉണ്ണിമുകുന്ദനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതിന് മുൻപ് ഈ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കേണ്ടതുണ്ട്, വേണ്ട തെളിവുകളൊക്കെ ശേഖരിക്കേണ്ടതുണ്ടെന്നാണ് ഇൻഫോ പാർക്ക് SHO വ്യക്തമാക്കുന്നത്. ഒപ്പം ഈ ഉണ്ണിമുകുന്ദൻ പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നോ അല്ലെങ്കിൽ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഒന്നും പ്രതികരണം നടത്തിയിട്ടില്ല. പക്ഷേ ഉണ്ണിമുകുന്ദന് അടുത്ത് നിൽക്കുന്ന ആളുകളുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഉണ്ണിമുകുന്ദനും വിപിനും തമ്മിൽ കുറച്ചധികം നാളുകളായി പ്രശ്നമുണ്ടായിരുന്നു. അതിൽ വിപിനെ പലപ്പോഴും വിപിൻ ഈ ഉണ്ണിമുകുന്ദനെ മോശപ്പെടുത്തുന്ന രീതിയിലൊക്കെ പല സഹപ്രവർത്തകരോടും പറയുമായിരുന്നു. ഒപ്പം ഒരു പെൺകുട്ടിയോട്, സിനിമാ മേഖലയിൽ ഉള്ള ഒരു പെൺകുട്ടിയോട് പോലും ഉണ്ണിമുകുന്ദനെ പറ്റി മോശം ചില കാര്യങ്ങൾ വിപിൻ പറഞ്ഞിരുന്നു. അത് ഉണ്ണിമുകുന്ദൻ അറിയുകയും ഈ മേപ്പടിയാൻ സിനിമയുടെ സംവിധായകനോട് ഉണ്ണിമുകുന്ദൻ ഈ കാര്യം പറയുകയും ചെയ്തു. ആ വിഷ്ണു എന്ന് പറയുന്ന സംവിധായകനോട് പോലും വിപിൻ മോശമായിട്ട് ഉണ്ണിമുകുന്ദനെ പറ്റി സംസാരിച്ചു എന്നുകൂടി ഈ വിഷ്ണു ഉണ്ണിമുകുന്ദനോട് പറയുകയും ചെയ്തു. ഇതിന്റെയൊക്കെ ഒരു ദേഷ്യത്തിൽ കൂടിയാണ് ഇത് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ വന്നത്. പക്ഷേ വിപിൻ പറയുന്നത് പ്രകാരം തരത്തിലുള്ള ഒരു മർദ്ദനമൊന്നും ഉണ്ണിമുകുന്ദന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അതോടൊപ്പം മറ്റൊരു എന്താണ് ഇരുവരും തമ്മിലുള്ള പ്രശ്നം? ഈ വിപിനും മാനേജർ വിപിനും ഉണ്ണി മുകുന്ദനും തമ്മിലുള്ള പ്രശ്നം, കാരണം 6 വർഷമായി ഒപ്പം ഉണ്ടായിരുന്ന കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഈ വിപിൻ. നവമി, ഈ ഉണ്ണി മുകുന്ദൻ തന്റെ അടുപ്പമുള്ള ചിലരോട് ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതായത് വിപിന്റെ കണ്ണട പൊട്ടിച്ചു എന്നത് സത്യമാണ്, അത് അംഗീകരിക്കുന്നു. പക്ഷെ ഇത്തരം ഒരു സംഭവം, ഒരു ആക്രമണം, ഒരു മർദ്ദനം ഉണ്ടായിട്ടില്ല. വേണമെങ്കിൽ തന്റെ സുഹൃത്തായിട്ടുള്ള, നേരത്തെ നവമി സൂചിപ്പിച്ച പോലെ സംവിധായകൻ വിഷ്ണു ഉണ്ണിത്താനോട് ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം, അയാൾ സാക്ഷിയായിട്ടുണ്ടായിരുന്നു, ആ സമയത്തുണ്ടായിരുന്നു എന്നൊക്കെ ഉണ്ണിമുകുന്ദൻ ചില അടുപ്പക്കാരോട് പറഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോലീസിന്റെ നടപടി എന്തായിരിക്കും? കാരണം ഈ സംഭവം നടന്നു എന്ന് പറയപ്പെടുന്ന ഫ്ളാറ്റിൽ പോലീസിന്റെ പരിശോധന ഉടൻ തന്നെ ഉണ്ടാകുമോ? ടോം, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പോലീസ് പറയുന്നത് പ്രകാരം ഇത് ആദ്യം തെളിവുകൾ ശേഖരിക്കണം. ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പറയുമ്പോൾ ആദ്യം അതിന്റെ CCTV ദൃശ്യങ്ങളടക്കം, ഈ ഫ്ളാറ്റിലെത്തി CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഉണ്ണിമുകുന്ദനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന അടക്കമുള്ള ഘട്ടങ്ങളിലേക്ക് കടക്കുക എന്നാണ് പോലീസിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിന്റെ ആദ്യഘട്ടം എന്നോണം CCTV ദൃശ്യങ്ങൾ, ഒപ്പം വിപിനുമായി ആ സംഭവ സമയത്ത് ഒപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന വിഷ്ണു ഉണ്ണിത്താനെ കൂടി വിശദമായി മൊഴിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ആ ഘട്ടത്തിലേക്ക് കടന്നതിന് ശേഷം മാത്രമായിരിക്കും ഉണ്ണിമുകുന്ദനെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്നാണ് ഇൻഫോ പാർക്ക് SHO വ്യക്തമാക്കിയത്.
ഈ സിനിമാ മേഖലയിലേക്ക് ഫെഫ്കയിലും അമ്മയിലും പരാതി നൽകിയിട്ടുണ്ട് വിപിൻ. ഇതിന്റെ അടിസ്ഥാനത്തിൽ അമ്മ ഈ പരാതി പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദന്റെ ഒരു വിശദീകരണം ആവശ്യപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഉണ്ണിമുകുന്ദനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുകൂടി അമ്മ സംഘടനയിലുള്ള അംഗങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഫെഫ്കയുമായി ബന്ധപ്പെടുമ്പോൾ ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കിയത് ഇത് ഈ വിഷയം പരാതി ലഭിച്ചിട്ടുണ്ട്, ഇത് വിശദമായി സംഘടന പരിശോധിക്കുകയാണ്, അതിനുശേഷം വേണ്ട നടപടികൾ സ്വീകരിക്കും. വിപിൻ ഫെഫ്കയിലെ കൂടി അംഗമാണ്. ആ ഒരു അടിസ്ഥാനത്തിൽ വേണ്ട രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കും. ഒപ്പം ഉണ്ണിമുകുന്ദന്റെ കൂടി വിശദീകരണം ആവശ്യമുണ്ടെന്നാണ് ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കിയത്. ഉണ്ണിമുകുന്ദൻ പ്രത്യേകിച്ച് മാർക്കോ എന്ന സിനിമയ്ക്ക് ശേഷം വലിയൊരു താരപരിവേഷം കിട്ടിയതാണ്. പക്ഷെ അതിന് മുൻപ് പലപ്പോഴും വിവാദ നായകനായിട്ടുണ്ട്. സ്ത്രീ വിഷയത്തിലടക്കം ഉണ്ണിമുകുന്ദന്റെ പേര് ഉയർന്നു വന്നിട്ടുള്ളതാണ്, കേസ് ഉണ്ടായിട്ടുള്ളതാണ്, പിന്നീട് അത് ഒത്തുതീർപ്പായതാണ്. ഇവിടെയും ഇതൊരു വേറൊരു തരത്തിലുള്ള, അതായത് ക്രിമിനൽ കേസാണ്. ഈ കൃത്യമായ തെളിവ് ലഭിച്ചാൽ, അതായത് ഉണ്ണിമുകുന്ദൻ മാനേജറെ മർദ്ദിച്ചുവെന്ന് ബോധ്യമായാൽ, പോലീസ് നടപടി സ്വീകരിച്ചാൽ ഈ സിനിമാ സംഘടനകളുടെ ഭാഗത്തുനിന്ന് അയാൾക്കെതിരെ നടപടി ഉണ്ടാകുമോ? തീർച്ചയായും ടോം, ഇതിൽ വിപിൻ പറയുന്ന കാര്യം, ഈ മാർക്കോ എന്ന സിനിമയ്ക്ക് ശേഷം അടുത്തിറങ്ങിയ ഉണ്ണിമുകുന്ദന്റെ സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. അത് വലിയ രീതിയിൽ ബോക്സ് ഓഫീസിൽ വിജയം കണ്ടില്ല. ഒപ്പം ഉണ്ണിമുകുന്ദന് വേണ്ട രീതിയിലുള്ള ചിത്രങ്ങളൊന്നും തന്നെ അടുത്തിടയ്ക്ക് വന്നിട്ടില്ല, ഒന്നും കമ്മിറ്റ് ആയിട്ടില്ല. അതോടൊപ്പം ഈ ഗോകുലം ഗ്രൂപ്പിനെ വെച്ചുകൊണ്ട് ഉണ്ണിമുകുന്ദൻ സംവിധാനം ചെയ്യാൻ പോകുന്നു എന്ന ഒരു സിനിമയുടെ അതിന്റെ ചില വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് ഗോകുലം ഗ്രൂപ്പ് ഈ ഒരു സിനിമ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിന്റെ ഒക്കെ ഒരു നിരാശയും ഫ്രസ്ട്രേഷനും ഉണ്ണിമുകുന്ദൻ ഉണ്ടായിരുന്നു എന്നാണ് വിപിൻ പറയുന്നത്. ഉണ്ണിമുകുന്ദനോടൊപ്പം ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ മാനേജർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് ഉണ്ണിമുകുന്ദന്റെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഉണ്ണിമുകുന്ദൻ ഇത്തരത്തിലുള്ള ഒരു പ്രഷർ, അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദന്റെ ഫ്രസ്ട്രേഷൻ അവരിലൊക്കെ തീർക്കുമായിരുന്നു എന്നുകൂടി വിപിൻ പറയുന്നുണ്ട്. പക്ഷേ മറ്റ് ആളുകൾ ആരും തന്നെ, അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദന്റെ കീഴിലുള്ള പ്രവർത്തിച്ചവരാരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിശദീകരണമൊന്നും നൽകിയിട്ടില്ല. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നും അന്വേഷണം നടക്കുകയാണ്. കൃത്യമായ തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞാൽ ഉണ്ണിമുകുന്ദനെ ചോദ്യം ചെയ്യാനുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കുമെന്നാണ് വ്യക്തമാകുന്നത്. സിനിമാ സംഘടനകളും ഇപ്പോൾ ഈ വിഷയം പരിശോധിക്കുന്നുണ്ട്. ഈ അമ്മ സംഘടനയുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് ഇവരെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, ഒരു സിനിമാ സെറ്റിൽ നടക്കുന്നതോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യമല്ല, ഇത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഉടനടി ഒരു ഉണ്ണിമുകുന്ദനെതിരെ ഒരു നടപടി എടുക്കാൻ കഴിയില്ല. പകരം ഉണ്ണിമുകുന്ദന്റെ വിശദീകരണം ആവശ്യമുണ്ട്. ഈ പരാതി അത് കൃത്യമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും നടപടി സ്വീകരിക്കുക എന്നാണ് ഈ സിനിമാ സംഘടനയിലടക്കമുള്ളവർ പറയുന്നത്. പക്ഷെ അമ്മ സംഘടനയെ സംബന്ധിച്ച് കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. നടൻ ഉണ്ണിമുകുന്ദനെതിരെ പരാതിയുമായി, ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചുവെന്ന പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്ന അയാളുടെ തന്നെ മാനേജറാണ്. സംഭവത്തിൽ കൊച്ചി ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി സുഗാന്ത് സുരേഷിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്ത്. IB ഉദ്യോഗസ്ഥയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട സുഗാന്ത് സുരേഷിന്റെ നിർണായക വാട്സപ്പ് സന്ദേശം ന്യൂസ് 18 ലഭിച്ചു. ജീവനൊടുക്കുന്ന ദിവസങ്ങൾക്ക് മുൻപ് യുവതിയുടെ അമ്മയുടെ ഫോണിലേക്ക് സുഗാന്ത് അയച്ച സന്ദേശമാണ് പോലീസ് വീണ്ടെടുത്തത്. വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിന് പിന്നിൽ IB ഉദ്യോഗസ്ഥയുടെ കുടുംബത്തിന്റെ സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്ന സുഗാന്തിന്റെ ആരോപണങ്ങളുടെ മുനയൊടിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. എന്തായാലും ഇത് 2 മാസം ഈ സംഭവം നടന്ന്, അതായത് യുവതി ആത്മഹത്യ ചെയ്ത് 2 മാസങ്ങൾക്ക് ശേഷമാണ് IB ഉദ്യോഗസ്ഥനായിരുന്ന ഈ യുവതിയുടെ സഹപ്രവർത്തകനായിരുന്ന സുഗാന്ത് സുരേഷ് കഴിഞ്ഞ ദിവസം കൊച്ചി DCP ഓഫീസിലെത്തി ഹാജരാകുന്നത്. അതായത് മുൻകൂർ ജാമ്യാപേക്ഷ, ഈ പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെ തന്നെ കൊച്ചിയിൽ DCP ഓഫീസിലെത്തി സുഗാന്ത് സുരേഷ് പോലീസിന് മുൻപാകെ ഹാജരാകുകയായിരുന്നു. അതിനുശേഷം തിരുവനന്തപുരം പോലീസിന് കൊച്ചി പോലീസ് പ്രതിയെ കൈമാറി. ഈ കേസുമായി ബന്ധപ്പെട്ട് പരമാവധി തെളിവുകൾ പ്രതിക്കെതിരെ, സുഗാന്തിനെതിരെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിലേറ്റവും സുപ്രധാനമായത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ടെലിഗ്രാമിലെ ഒരു ചാറ്റായിരുന്നു. അതിൽ വളരെ വ്യക്തമായി തന്നെ സുഗാന്ത് സുരേഷ് ഈ യുവതിയോട്, നീ എന്നാണ് ആത്മഹത്യ ചെയ്യുന്നത്, അതിൻ്റെ തീയതി പറയണം, എനിക്ക് അതിനുശേഷം വേണം മറ്റൊരു യുവതിയെ വിവാഹം കഴിക്കണം എന്ന രീതിയിലുള്ള സംഭാഷണങ്ങളായിരുന്നു ആ ടെലിഗ്രാം ചാറ്റിലുണ്ടായിരുന്നത്. ഡാൻ കുര്യൻ ചേരുന്ന വിവരങ്ങളുമായി.
ഞാൻ ഈ ഓരോ ദിവസവും ഈ കേസിന് പിന്നാലെ ഈ സുഗാന്ത് സുരേഷിനെതിരെ പല വിവരങ്ങളും തെളിവുകളും പുറത്തു വന്നതാണ്. ഏറ്റവും ഒടുവിൽ നിർണായകമായിട്ടുള്ള ഈ സുഗാന്ത് സുരേഷിന് ഈ ആത്മഹത്യയിൽ പങ്കുണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തപ്പെടാവുന്ന രീതിയിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള പല തെളിവുകളും പുറത്തു വരുന്നു. അതിൽ ഏറ്റവും ഒടുവിൽ ന്യൂസ് 18 പുറത്തുവിട്ട ഈ വാട്സാപ്പ് സന്ദേശത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ടോം, ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നതിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ച സുഗാന്ത് സുരേഷ് പ്രധാനമായി ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ എടുത്തു പറഞ്ഞിരുന്ന കാര്യം ഈ മാതാപിതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറേണ്ട സാഹചര്യം ഉണ്ടായത്. അതായത് യുവതിയുടെ മാതാപിതാക്കളുടെ സമ്മർദ്ദം കാരണമാണ് വിവാഹം എന്ന ഒരു ലക്ഷ്യത്തിൽ നിന്ന് തങ്ങൾക്ക് പിന്മാറേണ്ടി വരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നത്. അതിന് കാരണക്കാരൻ താനല്ല, യുവതിയുടെ മാതാപിതാക്കൾ തന്നെയാണ്. അതുകൊണ്ട് തനിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിൽ അടിസ്ഥാനമില്ല എന്നായിരുന്നു സുഗാന്തിൻ്റെ നിലപാട്. പക്ഷേ അത് അത്തരത്തിൽ സുഗാന്ത് മുമ്പോട്ട് വെച്ച ആരോപണങ്ങളെ മുനയൊടിക്കുന്ന ഒരു കൃത്യമായ തെളിവാണ് പോലീസ് വീണ്ടെടുത്തിരിക്കുന്നത്. ഇത് ഈ മാർച്ച് 24-ാം തീയതി രാവിലെയാണ് ചാക്കയ്ക്ക് സമീപം റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ ഈ യുവതിയെ കണ്ടെത്തുന്നത്. അതിന് ദിവസങ്ങൾക്ക് മുമ്പ് യുവതിയുടെ മാതാവിൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് സുഗാന്ത് അയച്ച ഒരു സന്ദേശമാണ് ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ കൃത്യമായി പറയുന്നത് പലതവണ ഈ വിവാഹ അല്ലെങ്കിൽ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ പലതവണ താൻ യുവതിയോട് ആവശ്യപ്പെട്ടു. പക്ഷേ അവർ അതിന് തയ്യാറാകുന്നില്ല. അച്ഛനും അമ്മയ്ക്കും അങ്ങനെ ഒരു പ്രതീക്ഷ നൽകി ഇനി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥവുമില്ല. അത് നിങ്ങളെ അനിശ്ചിതത്വത്തിലാക്കുന്നതിൽ തനിക്ക് താല്പര്യവുമില്ല എന്ന് സുഗാന്ത് പറയുന്നു. അതോടൊപ്പം ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ഈ യുവതിയെ പറഞ്ഞ് മനസ്സിലാക്കണം. തനിക്ക് ഇപ്പോൾ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. വിവാഹം കഴിക്കാൻ പറ്റുന്ന ഒരു പശ്ചാത്തലത്തിലല്ല താനിപ്പോൾ നിൽക്കുന്നത് എന്നും ഈ സന്ദേശത്തിൽ പറയുന്നു. ഒടുവിൽ ഈ സന്ദേശം അവസാനിക്കുന്നത് ഈ യുവതിയെ ഏതെങ്കിലും വിധേനയുള്ള കൗൺസിലിങ്ങോ മെൻ്റൽ തെറാപ്പിയോ നൽകാൻ പ്രോത്സാഹിപ്പിക്കണം എന്ന് പരാമർശപ്പെട്ടുകൊണ്ടാണ്, അന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ വാട്സാപ്പ് സന്ദേശം അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറിയേക്കാവുന്ന അല്ലെങ്കിൽ ഈ യുവതിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ഒരു സന്ദേശം ഈ വാട്സാപ്പ് സന്ദേശമാണ് എന്നൊരു വിലയിരുത്തലിലേക്ക് പോലീസ് എത്തുകയും ചെയ്തത്. എന്തായാലും ഇനി വ്യക്തത കൈവരാനുള്ളത് ഈ സംഭവമുണ്ടായ മാർച്ച് 24-ാം തീയതി രാവിലെ സുഗാന്ത് സുരേഷ് ഈ യുവതിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. അങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് റെയിൽവേ ട്രാക്കിലേക്ക് യുവതി നടന്നു പോകുന്നത്. ആ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് യുവാവ് ഈ സുഗാന്ത് വീണ്ടും പ്രകോപനപരമായ ഏതെങ്കിലും തരത്തിലുള്ള സന്ദേശം ഫോണിലൂടെ കൈമാറിയിരുന്നോ, അല്ലെങ്കിൽ സംഭാഷണത്തിനിടയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചോദ്യം ചെയ്യലാണ് പുരോഗമിക്കുന്നത്. പോലീസിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംശയം ഈ യുവതി താമസിച്ചിരുന്ന കെട്ടിടത്തിൻ്റെ ഉടമയെ ഫോണിൽ ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് യുവതി പോവുകയാണ് എന്ന് സുഗാന്ത് പറഞ്ഞത് ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണോ, അതായത് തനിക്ക് ഇതിൽ പങ്കില്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി നടത്തിയ നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണോ അങ്ങനെ ഒരു ഫോണിൽ വിളിക്കാൻ സാഹചര്യം ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. അതോടൊപ്പമാണ് ഈ സംഭവത്തിലേക്ക് നയിച്ച, അതായത് ഈ സുഗാന്ത് സുരേഷിന് ഈ യുവതിക്ക് പുറമെ IB-യിലെ തന്നെ മറ്റ് 2 ഉദ്യോഗസ്ഥരുമായി കൂടി ബന്ധമുണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പോലീസിൽ ലഭിച്ചത്. പക്ഷേ അവരെ കുഴയ്ക്കുന്ന ഒരു കാര്യം, സുഗാന്തിനെതിരെ ഒരു പരാതി രേഖാമൂലമോ അല്ലാതെയോ തീർച്ചയായും ഡാൻ, അതായത് ഈ യുവതി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ഇയാളുടെ പ്രണയച്ചതിയാണ് എന്ന് തന്നെ ബോധ്യമാണ്. കാരണം ഗർഭചിത്രം, ഈ സംഭവം ഈ യുവതി ആത്മഹത്യ ചെയ്തതിന് മാസങ്ങൾക്ക് മുൻപ് ഗർഭചിത്രം നടത്തിയിരുന്നു. അതും ഇയാളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ്. പിന്നീട് വിവാഹം കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ താൻ ചതിക്കപ്പെട്ടുവെന്ന് മനസ്സിലായപ്പോൾ യുവതി ആത്മഹത്യ ചെയ്തുവെന്ന് തന്നെയല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല ഇയാളെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തതിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമായത്? ഇയാളൊരു സ്വഭാവ ദൂഷ്യമുള്ള, ഇത്ര സ്വഭാവ വൈകല്യമുള്ള ഒരു വ്യക്തിയാണെന്നാണോ പോലീസിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്? ഡാൻ, ഈ സ്വഭാവ വൈകല്യം എന്നതിനപ്പുറത്തേക്ക് ഒരു ടിപ്പിക്കൽ ക്യാരക്ടറായിരുന്നു സുഗാന്തിന്. മാത്രവുമല്ല സമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥൻ, ഒരു സിവിൽ സർവീസ് ഉദ്യോഗാർത്ഥി. കാരണം 2 തവണ പ്രിലിമിനറി പരീക്ഷ പാസ്സാകുന്നു, മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു. അത്തരത്തിൽ അക്കാഡമിക് ലെവലിൽ മികച്ച ഒരു പ്രാവീണ്യം കാഴ്ചവെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സുഗാന്ത്. അങ്ങനെ ഒരു വ്യക്തി ഒരു ടൈം പാസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2-3 പേരുടെ ജീവിതം തകർക്കുന്ന തരത്തിൽ അവരുടെ ജീവിതം
അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെ തള്ളിവിട്ടത് എന്ന ഒരു കണ്ടെത്തലിലേക്കാണ് പോലീസ് എത്തുന്നത്. ആദ്യഘട്ടത്തിൽ സുഗാന്തിൻ്റെ നെടുമ്പാശ്ശേരിക്ക് അടുത്തുള്ള വീട്ടിൽ നിന്ന് ഇയാൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഡയറി കണ്ടെത്തിയിരുന്നു. ഈ ഡയറിയിൽ നിന്നാണ് ദൈനംദിനം നടക്കുന്ന സംഭവങ്ങൾ കൃത്യമായി അതിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പഠിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ഇന്നേ ദിവസം പഠിക്കാൻ കഴിഞ്ഞില്ല, ഇങ്ങനെ പോയാൽ സിവിൽ സർവീസ് കിട്ടില്ല എന്ന തരത്തിൽ വളരെ സ്പെസിഫിക്കായി ഒരു പ്ലാൻഡ് ലൈഫ് നയിക്കുന്ന ഒരു വ്യക്തിക്ക് സമാനമായ തരത്തിലായിരുന്നു സുഗാന്തിൻ്റെ ഇടപാടുകൾ. പക്ഷേ അതിനിടയിൽ കിട്ടിയ ഇടവേളകളിലാണ് ഈ ടൈം പാസിന് വേണ്ടി ഈ യുവതികളുമായി ഇങ്ങനെയൊരു സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്നത് എന്നാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട കാര്യം, മറ്റ് 2 യുവതികളുമായി കൂടി ഈ സുഗാന്ത് സുരേഷിന് ബന്ധമുള്ള കാര്യം കൂടൽ സ്വദേശിനിയായ ആത്മഹത്യ ചെയ്ത യുവതി മനസ്സിലാക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയും അത് ചോദ്യം ചെയ്തതിനു ശേഷവും അവരുമായിട്ടുള്ള ബന്ധം സുഗാന്ത് തുടരുകയും ചെയ്തതാണ് ഇവരെ മാനസികമായി വലിയ തരത്തിൽ ഒലിച്ചു കളഞ്ഞത്. ഈ 24 വയസ്സുകാരിയായ കൂടൽ സ്വദേശിനി ഒഴിഞ്ഞു പോയാൽ മാത്രമേ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ കഴിയുകയുള്ളൂ എന്ന കാര്യം സുഗാന്ത് തന്നെ നേരിട്ട് ഈ യുവതിയോട് പലതവണ പറയുന്ന സാഹചര്യമുണ്ടാകുന്നു. അങ്ങനെ ഒടുവിൽ ജീവനെടുക്കാൻ നിർബന്ധിതയാകുകയായിരുന്നു ഈ കൂടൽ സ്വദേശിനിയായ IB ഉദ്യോഗസ്ഥ എന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നിലവിൽ നടക്കുന്ന അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ സുഗാന്ത് സുരേഷിനെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിലേക്ക് കുരുക്ക് മുറുക്കുന്ന തരത്തിലാണ് എത്തി നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് ആ സംഭവ ദിവസം രാവിലെ ഈ ഫോൺ സംഭാഷണത്തിനിടയിൽ തീർച്ചയായും അതോടൊപ്പം ഒരു കാര്യം കൂടി അറിയേണ്ടത്, അവസാനമായി ഈ സുഗാന്ത് സുരേഷിനെ ഈ 2 മാസത്തോളം ആരാണ് സംരക്ഷിച്ചതെന്നാണ്. കാരണം ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിന് തൊട്ടു പിന്നാലെ, അതായത് 1 മണിക്കൂറിനുള്ളിൽ തന്നെ കൊച്ചി DCP ഓഫീസിലെത്തി പ്രതി ഹാജരാകുന്നു. അതായത് ഈ ചുറ്റുപാട് തന്നെ കൊച്ചിയിലും അല്ലെങ്കിൽ ഇയാളുടെ വീടിന് സമീപത്തും മറ്റു പ്രദേശങ്ങളിലൊക്കെ സുഗാന്ത് ഉണ്ടായിരിക്കണം. തുടക്കത്തിൽ ഇയാൾ രാജ്യം വിടാം അല്ലെങ്കിൽ സംസ്ഥാനം വിടാം, അതിനുള്ള സാധ്യതകളൊക്കെയായിരുന്നു പോലീസ് പരിശോധിച്ചത്. പക്ഷേ ഇയാൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നല്ലേ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് പോലീസിന്റെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഈ അന്വേഷണത്തിൽ ഉണ്ടായിട്ടുണ്ടോ? പോലീസ് ഉന്നതരുടെ ഭാഗത്ത് അല്ലെങ്കിൽ പോലീസിലെ ഏതെങ്കിലും ഈ അന്വേഷണ സംഘത്തിലുള്ളവരാരെങ്കിലും മറ്റും ഈ സുഗാന്തിന് സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്നൊരു ആക്ഷേപം ഈ യുവതിയുടെ കുടുംബത്തിനുണ്ടോ? കുടുംബത്തിന് ഈ അവസാന ഘട്ടത്തിൽ, അതായത് തുടർച്ചയായി ഇയാളെ പിടികൂടാൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ അന്വേഷണം ശരിയായ ദിശയിലാണ് മുമ്പോട്ട് പോകുന്നതെന്ന് പറഞ്ഞ യുവതിയുടെ കുടുംബം തന്നെ അതിനെതിരെ വിപരീതമായി സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ വസ്തുത മറ്റൊന്നാണ്. വൈകാരികമായ കാര്യങ്ങളൊക്കെ പ്രതികരണങ്ങളൊക്കെ വരുമ്പോഴും ഈ സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ വലിയ തരത്തിൽ സമ്മർദ്ദം നേരിട്ടിരുന്നു. അത് വ്യക്തമാക്കുന്ന വിവരങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർക്കടക്കം ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ ആരോപണ വിധേയനായിരുന്നത് IBയിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട മൊഴിയെടുക്കേണ്ടതും തുടർ നടപടികളൊക്കെ IB ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടാണ് നടത്തേണ്ടത്. മാത്രവുമല്ല സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് അവരുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ ഒരു CAയ്ക്കോ അല്ലെങ്കിൽ ഒരു SIക്കോ അന്വേഷണ സംഘത്തിലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ വെല്ലുവിളിയായി മാറുന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടാക്കിയത്. അതിനിടയിൽ അവർ മുമ്പോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം, ഈ മാർച്ച് 24-ാം തീയതി ഈ യുവതി ജീവനെടുക്കുന്നു. അന്ന് യുവതിയുടെ സുഹൃത്തുക്കളിൽ നിന്ന്, IBയിലെ തന്നെ തിരുവനന്തപുരം യൂണിറ്റിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന്, വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് കാര്യങ്ങളൊക്കെ ഉദ്യോഗസ്ഥർ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ എന്താണ് അങ്ങനെ ഒരു പരാതി രേഖാമൂലം പോലീസിൽ ലഭിച്ചത് അതിന് ദിവസങ്ങൾക്ക് ശേഷമാണ്. അതിനിടയിലുള്ള ഗോൾഡൻ അവറിൽ സുഗാന്ത് സുരേഷ് എന്ന സമർത്ഥനായ ഈ കുറ്റവാളി രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ സാധാരണയായി ഒരാളെ ലൊക്കേറ്റ് ചെയ്യാനായി അവരുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സാധാരണ ഇപ്പോഴത്തെ പരിശോധനകളൊക്കെ നടക്കുന്നത്. പക്ഷേ ഈ സംഭവത്തിന് ശേഷം മലപ്പുറത്തുണ്ടായിരുന്ന എടപ്പാളിലെ സുഗാന്തിൻ്റെ മാതാപിതാക്കളോ അല്ലെങ്കിൽ സുഗാന്തോ മൊബൈൽ ഫോൺ ഓൺ ചെയ്തിട്ടേയില്ല. ഒരിക്കൽ മാത്രമാണ് അങ്ങനെ സിഗ്നൽ ലഭിച്ചത്. അത് തൃശ്ശൂരിനടുത്തുള്ള ഈ സുഗാന്തിൻ്റെ മാതാവിൻ്റെ സഹോദരൻ്റെ വീട്ടിൽ വെച്ചാണ് അങ്ങനെ അവസാനമായി ഈ ഫോണിൻ്റെ ഒരു ലൊക്കേഷൻ അന്വേഷണ സംഘത്തിൽ ലഭിക്കുന്നത്. ഉടൻ അന്വേഷണ സംഘം അവിടേക്ക് പാഞ്ഞെത്തി. പക്ഷേ മിനിറ്റുകൾക്ക് മുമ്പ് സുഗാന്ത് കുടുംബവും അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് ഇയാൾ ഈ ക്ഷേത്ര പരിസരത്ത് ഏതോ ഒരു പ്രമുഖമായ ക്ഷേത്ര പരിസരത്ത് തങ്ങുന്നു എന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ മധുരയിലും പളനിയിലുമൊക്കെ അന്വേഷണ സംഘം എത്തി. ചെന്നൈയിൽ ആഴ്ചകളോളം അവർ ചുറ്റി കറങ്ങുന്ന സാഹചര്യം. 2 സംഘങ്ങളായി തിരിഞ്ഞ് കേരള
കേരളത്തിനകത്തും പുറത്തുമൊക്കെ പരിശോധനകൾ നടത്തി. അപ്പോഴും മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും, അതിനുശേഷം ഒരു ചടുലമായ നീക്കത്തിലേക്ക് കടന്നാൽ മതി എന്നൊരു നിഗമനത്തിലേക്ക് ഒടുവിൽ അന്വേഷണ സംഘം തന്നെ എത്തുകയായിരുന്നു. അതിനവരെ പ്രേരിപ്പിച്ച കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ IBയുമായി ബന്ധമുള്ള ഒരാളാണ് സുഗാന്ത് സുരേഷ്. പിന്നീട് മാത്രമാണ് സുഗാന്തിനെതിരെ നടപടിയെടുക്കുകയും ആ സർവീസിൽ നിന്ന് സസ്പെൻഡ് പൂർണ്ണമായി പിരിച്ചുവിടുകയൊക്കെ ചെയ്യുന്നത്. അതുവരെ IBയിലെ ഒരു പോസ്റ്റിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ്. അങ്ങനെ ഒരാൾക്കെതിരെ സാധാരണ ഉദ്യോഗസ്ഥർക്ക് എത്ര കണ്ട് അന്വേഷണം നടത്താൻ കഴിയുമെന്നതിൻ്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് അവർ ഈ അന്വേഷണത്തിൽ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധിയും വെല്ലുവിളിയുമായി മാറിയത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി സുഗാന്തിനെതിരെ കൂടുതൽ നിർണായകമായ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇയാൾ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചപ്പോൾ പറഞ്ഞത് ഈ യുവതിയുടെ മാതാപിതാക്കൾ വിവാഹബന്ധത്തിൽ നിന്നും ഒഴിയാനായി നിർബന്ധിച്ചു. ഇതിൻ്റെ മനോവിഷമത്തിലാണ് യുവതി ജീവനൊടുക്കിയതെന്നാണ്. പക്ഷേ സുഗാന്ത് ബന്ധത്തിൽ നിന്നും പിന്മാറി. അതിൻ്റെ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. തിരുവനന്തപുരം വക്കത്ത് കുടുംബത്തിന്റെ കൂട്ട ആത്മഹത്യ. വക്കം ഫാർമേഴ്സ് സഹകരണ ബാങ്ക് ജീവനക്കാരൻ അനിൽകുമാർ, ഭാര്യ ഷീജ, 2 ആൺമക്കൾ എന്നിവരാണ് മരിച്ചത്. കടബാധ്യതയാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 4 പേരെയും ഒരേ മുറിയിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ വൈകുന്നേരം വരെ ആൾക്കാർ ഇവരെ കണ്ടിട്ടുണ്ട്, ഈ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളെയും. വൈകുന്നേരം സന്ധ്യയ്ക്ക് ശേഷം ഇവിടെ വാതിലടഞ്ഞു കിടക്കുന്നതാണ് തൊട്ടടുത്ത അയൽവാസി കണ്ടത്. പക്ഷെ മഴയായതുകൊണ്ട് നേരത്തെ ഉറങ്ങിയതായിരിക്കും വിചാരിച്ച് അവർ വന്നില്ല. ഇന്ന് രാവിലെയും ഇവിടെ കതക് തുറന്നിട്ടില്ല. എന്നിട്ട് ഏകദേശം 10:30 ആ കുട്ടി ഇവിടെ വന്നു. കതക് തുറന്ന് നോക്കിയപ്പോൾ 4 പേര് തൂങ്ങി നിൽക്കുന്നതായിട്ട് കണ്ട്. അപ്പോൾ ആ കുട്ടി ഉടൻ തന്നെ എന്നെ വിളിച്ചു, ചേച്ചി വേഗം വാ, ഇവിടെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. ഞാനും എന്റെ ഹസ്ബൻഡും കൂടെ വന്ന് നോക്കിയപ്പോൾ 4 പേരും 4 മൂലയിലായിട്ട് തൂങ്ങി നിൽക്കുന്നതായിട്ടാണ് കണ്ടത്. കടബാധ്യത മാത്രമേ ഉള്ളവർക്ക്, അല്ലാതെ വേറൊരു പ്രശ്നമില്ല. എല്ലാ വിധത്തിലും നല്ല രീതിയിൽ ജീവിക്കുന്നവരാണ്. പക്ഷെ കടമുണ്ട്, ആ ഒരു കാരണം മാത്രമേ നമുക്ക് പറയാനുള്ളൂ. സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെന്ന് ബന്ധുക്കളും പറയുന്നുണ്ട്. ഇവരുടെ ഡയറി വീട്ടിൽ നിന്നും കണ്ടെടുത്തു. എന്നാൽ മരണകാരണം സംബന്ധിച്ച് വിശദമായി അന്വേഷിക്കുമെന്ന് തിരുവനന്തപുരം റൂറൽ SP K സുദർശനൻ മാധ്യമങ്ങളോട് പറഞ്ഞു. മാത്രമേ ഇതെന്താണ് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് വ്യക്തമുള്ളൂ. അല്ല, അതിലൊരു ഡയറി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് എന്താണെന്നുള്ളതൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ അത് കാര്യങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ. അല്ല, അത് ഡയറി നമ്മളിപ്പോൾ ഒഫീഷ്യലായിട്ട് സീസ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന്റെ തെളിവിന്റെ ഭാഗമാക്കുകയോ ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരം കാര്യങ്ങൾ ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തുന്നത് ഉചിതമായിരിക്കില്ല. 4 പേരും ഒരു റൂമിലാണ് ഹാങ് ചെയ്തത്. വിവരങ്ങളുമായി S സാരംഗ് ചേരുന്നുണ്ട്. സാരംഗ് സഹകരണ ബാങ്കിൽ ജീവനക്കാരനാണ്, അതായത് ഒരു ജോലിയുള്ള ഒരു ഗൃഹനാഥനാണ്. കുടുംബത്തോടെ കൂടി അതായത് കൂട്ട ആത്മഹത്യ ചെയ്തത്. മറ്റെന്തെങ്കിലും ദുരൂഹത നാട്ടുകാരോ ബന്ധുക്കളോ സംശയിക്കുന്നുണ്ടോ, അതോ ഈ സാമ്പത്തിക പ്രശ്നം തന്നെയാണ് മരണകാരണമെന്നാണോ പോലീസും നാട്ടുകാരും പറയുന്നത്? പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കടബാധ്യത തന്നെ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഇത്തരമൊരു കൂട്ട ആത്മഹത്യയിലേക്ക് കുടുംബത്തെ നയിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം മറ്റൊരു കാരണങ്ങളോ മറ്റൊരു സാഹചര്യങ്ങളോ കുടുംബത്തിനുണ്ടായിരുന്നില്ല. ഇത്തരത്തിലൊരു കൂട്ടാത്മഹത്യയിലേക്ക് നയിക്കാനുള്ള കാരണങ്ങളൊന്നും തന്നെ കുടുംബാംഗങ്ങൾക്കോ അതേപോലെ തന്നെ അയൽവാസികൾക്കോ തന്നെ അറിവില്ലായിരുന്നു. ഇന്നലെ വൈകുന്നേരത്തിന് ശേഷം കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ അനക്കമോ കാര്യങ്ങളോ ഒന്നും കാണാതിരുന്നതിനെ തുടർന്നായിരുന്നു അയൽവാസികളും മറ്റും നടത്തിയ പരിശോധനയിൽ 4 പേരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇനി കൂടുതൽ ഇതിന്റെ പിന്നാമ്പുറ കഥകൾ, അതായത് ഈ മോട്ടീവ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ, മറ്റ് പോലീസ് അന്വേഷണത്തിൽ മാത്രമേ ഇതിന്റെ പിന്നിലുള്ള കാരണം എന്തെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നിലവിൽ പോലീസ് സ്ഥലത്തെ ഇൻക്വസ്റ്റ് നടപടികളും മറ്റും സ്വീകരിച്ച് വരുന്നതേ ഉള്ളൂ. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റും. അതിനുശേഷം വീടിനകത്ത് നടത്തുന്ന പരിശോധനയിലായിരിക്കും ഈ ഡയറി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നത്. അതിനുശേഷം മാത്രമായിരിക്കാം, കൃത്യമായ അന്വേഷണത്തിൽ മാത്രമേ ഇതിന് പിന്നിലുള്ള കാരണം കണ്ടെത്താനാകുള്ളൂ. കാരണം അനിൽകുമാർ ഫാമേഴ്സ് സഹകരണ ബാങ്ക് മണനാഗം ബ്രാഞ്ച് മാനേജറാണ്. അതേപോലെ തന്നെ ഷീജ, മക്കളായ അക്ഷയ്, ആകാശ് എന്നീ 4 പേരും ഒരേ മുറിയിൽ തന്നെയാണ്. ഇത്തരത്തിലൊരു കടുത്ത തീരുമാനത്തിലേക്ക് കുടുംബത്തിലെ എത്തിച്ച കാരണം എന്താണെന്ന് കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ വെളിവാകുകയുള്ളൂ. തീർച്ചയായും കൂടുതൽ എന്തായാലും ഇതിനെക്കുറിച്ച് പരിശോധിക്കേണ്ടതാണ്. കാരണം ഒരു സാരംഗ് ഇവിടെ വരുമാനമുള്ള കൃത്യമായൊരു സാമ്പത്തിക സ്രോതസ്സുള്ള ഒരു വ്യക്തിയാണ് ഇവർ.
എന്തായിരിക്കാം ഈ സാമ്പത്തിക ബാധ്യതയ്ക്ക് കാരണമെന്ന് മനസ്സിലാകും. ചിലരുടെ ഒരു പ്രശ്നമുണ്ട്, കാരണം ഒരു ധൂർത്ത്, ആഡംബര ജീവിതം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. ഇവർക്ക് ഈ സാമ്പത്തിക ബാധ്യത മാറ്റാനായി മറ്റു പോംവഴികളൊന്നും ഇല്ലായിരുന്നോ? എന്തായിരിക്കും ഈ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കാരണം എന്താണെന്ന് കണ്ടെത്താൻ, മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിലവിൽ അയൽവാസികൾ പറയുന്ന വിവരം അനുസരിച്ച് ഇവരുടെ മകൻ, മക്കളിൽ ഒരാളുടെ കാലിന് അപകടത്തിൽ പരിക്കേറ്റിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ആശുപത്രി ചിലവുകൾ, ഭീമമായ ആശുപത്രി ചിലവുകൾക്ക് ഭാഗമായിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നു. ഇതിന്റെ തിരിച്ചടവും പിന്നെ മറ്റു പല ആവശ്യങ്ങൾക്കുമായിട്ടുള്ള ലോണുകൾ പലതും ഉണ്ടായിരുന്നു എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാര്യമായിട്ട് ഈ ആശുപത്രി ചെലവുകളുടെ ഭാഗമായി എടുത്ത ലോൺ തന്നെയായിരുന്നു ഇവർക്ക് വലിയൊരു കടബാധ്യതയായിട്ട് അയൽവാസികൾ മനസ്സിലാക്കിയിട്ടുള്ളത്. മറ്റൊരു തരത്തിലുള്ള കടബാധ്യതകൾ എന്താണ് എന്നുള്ളത് പോലീസ് അന്വേഷണത്തിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. കാരണം ഈ കുടുംബത്തിന്റെ മക്കളിൽ ഒരാളുടെ പഠനത്തിനായും അങ്ങനെ ലോൺ ഉണ്ടെങ്കിൽ ലോൺ ഉണ്ടെങ്കിൽ ഈ ലോൺ എടുത്ത സ്ഥാപനത്തിൽ നിന്ന്, ബാങ്കിൽ നിന്നോ മറ്റോ ഭീഷണി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പണം വായ്പ വാങ്ങിയ ആളുകളുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും ഭീഷണി ഈ കുടുംബത്തിന് ഉണ്ടായിട്ടുണ്ടാകുമോ? പ്രത്യക്ഷത്തിൽ അത്തരത്തിലൊരു വിവരവും നമുക്ക് ലഭിക്കുന്നില്ല. കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ കയറി കടം വാങ്ങിയ ആൾക്കാർ പ്രശ്നമുണ്ടാക്കുകയോ അല്ലെങ്കിൽ ബാങ്കിൽ ജീവനക്കാരുടെ മുന്നിൽ വെച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ അത്തരത്തിൽ യാതൊരു വിവരവും പ്രാഥമിക അന്വേഷണത്തിലോ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നോ അയൽവാസികളുടെ ഭാഗത്തു നിന്നോ ഒപ്പം പ്രവർത്തിച്ചിരുന്ന ജീവനക്കാരുടെ ഭാഗത്തു നിന്നോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. കാരണം അത്ര വലിയ ഒരു കടബാധ്യത, ലോൺ ഒഴികെ ഒരു കടബാധ്യത ഉണ്ടായിരുന്നെങ്കിൽ അത്തരത്തിലൊരു പ്രശ്നം വീടിലോ അല്ലെങ്കിൽ മറ്റ് അയൽവാസികളോ ബന്ധുക്കളോ ആരെങ്കിലും ഒക്കെ അറിയേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഈ ലോണ് മാത്രമാണ് നിലവിൽ അവർക്കും അറിയുന്നത്. അല്ലാണ്ട് രഹസ്യമായിട്ടുള്ള മറ്റെന്തെങ്കിലും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നുള്ള കാര്യമെല്ലാം ഇനി തുടർന്നുള്ള അന്വേഷണത്തിൽ മാത്രമേ വെളിവാകുള്ളൂ. കാരണം ഇത്ര വലിയ ഒരു ആത്മഹത്യയിലേക്ക്, കൂട്ടാത്മഹത്യയിലേക്ക് നയിക്കാൻ മാത്രം ഒരു ലോണ്, ഒന്നോ രണ്ടോ ലോണ് മാത്രം അതിന് കാരണമാകുമോ എന്നുള്ളതൊക്കെ ചോദ്യമായിട്ട് ഇന്നും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇതിന് പിന്നിലുള്ള കൃത്യമായ കാരണം, അത് ഡയറിയിൽ ആത്മഹത്യക്കുറിപ്പ് ഉണ്ടെന്നാണ് നിലവിലെ നിഗമനം. അല്ലാത്ത പക്ഷം കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ അത് മനസ്സിലാക്കുകയുള്ളൂ. ഈ 2 ലോണ് മാത്രമാണോ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടോ, അല്ല ഇതൊന്നുമല്ലാത്ത വേറെന്തെങ്കിലും കാരണമാണോ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നൊക്കെ പോലീസും മറ്റ് ഉദ്യോഗസ്ഥരും നടത്തുന്ന അന്വേഷണത്തിൽ മാത്രമേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. സാധാരണ കൊച്ചു കുട്ടികളെ കൊലപ്പെടുത്തി ദമ്പതികൾ, മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്ത കേസുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇവിടെ 2 മക്കളും സമാനം പ്രായമുള്ളവരാണ്. അങ്ങനെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 4 പേരെയും തൂങ്ങി മരിച്ച നിലയിലാണോ കണ്ടെത്തിയത്? അതല്ല, അവിടെയാണ് ഒരു സംശയം തോന്നുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബ്ലാക്ക് മെയിലിംഗ് അല്ലെങ്കിൽ ഒരു ഭീഷണി ഇവർക്ക് നേരെ ഉണ്ടാകാനുള്ള സാധ്യത കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ടോ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് പോലീസിന്റെ അന്വേഷണം പോകുന്നത്. കാരണം കടബാധ്യത എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ മുഴുവൻ സാമ്പത്തിക പശ്ചാത്തലം പരിശോധിച്ചുകൊണ്ട് തന്നെയായിരിക്കും അന്വേഷണം മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല കുട്ടികൾ ഒരാൾ ഡിഗ്രി കഴിഞ്ഞതാണ്, ഒരാൾ +2 കഴിഞ്ഞതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ആരും ചെറിയ കുട്ടികളല്ല, എല്ലാവരും 18 വയസ്സ് കഴിഞ്ഞ പ്രായപൂർത്തിയായ മക്കളാണ് 2 പേരും. അവരെ ഈ ഒരു ആത്മഹത്യയിലേക്ക്, ജീവിതം ആരംഭിക്കുന്ന ഈ കുട്ടികളെ ആത്മഹത്യയിലേക്ക് കൺവിൻസ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എത്ര അധികം പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യാം എന്നുള്ള തരത്തിലേക്ക് സാഹചര്യം എത്തണമെന്നുണ്ടെങ്കിൽ അത്രയും കടുത്ത ഒരു കാരണം ഇതിന് പിന്നിൽ ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം സാമ്പത്തികമായിട്ടുള്ള ഒരു കാരണം മാത്രമായിരിക്കില്ല ഒരുപക്ഷെ. അത് കൃത്യമായി അന്വേഷണത്തിൽ മാത്രമേ മനസ്സിലാകൂ. നിലവിൽ പോലീസിന്റെ അന്വേഷണം സാമ്പത്തിക പശ്ചാത്തലം വെച്ചുകൊണ്ട് തന്നെയാണ്. കാരണം ബാങ്ക് മാനേജറാണ്, മണിനാഗം ഫാമേഴ്സ് സഹകരണ ബാങ്കിന്റെ മണിനാഗം ബ്രാഞ്ച് മാനേജറാണ് ഇദ്ദേഹം, മരിച്ച അനിൽകുമാർ. പിന്നെ മക്കൾ എഞ്ചിനീയറിംഗ്, അങ്ങനെ വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്ന കുട്ടികളാണെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലുള്ള പശ്ചാത്തലത്തിൽ നിലവിൽ അറിയാവുന്ന വിവരങ്ങൾ അനുസരിച്ച് കടബാധ്യത തന്നെ, സാമ്പത്തിക പശ്ചാത്തലം കേന്ദ്രീകരിച്ച് തന്നെയാണ് നിലവിൽ പോലീസ് അന്വേഷണം നടക്കുന്നത്. മാത്രമല്ല പോസ്റ്റ്മോർട്ടം നടപടികൾ ഇനി പൂർത്തീകരിക്കേണ്ടതുണ്ട്. മരണകാരണം എന്താണെന്ന് കൂടുതൽ വിശദാംശങ്ങൾ ഇൻക്വസ്റ്റിനും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ നമുക്ക് അറിവാകുകയുള്ളൂ. അതിനുശേഷമായിരിക്കും പോലീസ് മറ്റു കാരണങ്ങളിലേക്ക് കൂടി അന്വേഷണം നടത്തുക. അതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കേണ്ടതുണ്ട്. അത്തരം നടപടികളിലേക്കാണ് പോലീസ് ഇപ്പോൾ നിലവിൽ കടന്നിട്ടുള്ളത്. സാർക്ക് എങ്ങനെയാണ് ഇവരുടെ ഒരു പശ്ചാത്തലം? ആളുകൾ, നാട്ടുകാരൊക്കെ ആയിട്ട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന, വളരെ അയൽക്കാരും ബന്ധുക്കളൊക്കെ ആയി വളരെ ഒരു സൗഹാർദ്ദത്തിൽ ജീവിച്ചിരുന്ന കുടുംബമാണോ? എന്താണ് ഈ കുടുംബത്തെക്കുറിച്ച് നാട്ടുകാരും ബന്ധുക്കളൊക്കെ പറയുന്നത്?
കുടുംബത്തെക്കുറിച്ച് അത്തരത്തിലൊരു ഉൾവലിഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബമായിട്ടൊന്നുമല്ല അയൽവാസികളും അവിടെ ചുറ്റുപാടുമുള്ള പ്രദേശവാസികളൊന്നും പറയുന്നത്. ഈ മരിച്ച അനിൽകുമാർ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. അത്തരത്തിൽ രാഷ്ട്രീയമായി വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു ആളാണ് ഈ മരിച്ച ഗൃഹനാഥനും. ഒപ്പം തന്നെ കുടുംബവും സാമൂഹികമായി വളരെയധികം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു കുടുംബമാണ്. തൊട്ട് അയൽവാസികളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന, അതായത് പലർക്കും ഈ അയൽവാസികൾക്കൊക്കെ വളരെ ഒരു വലിയ ഞെട്ടലാണ്. കാരണം ഇത്തരത്തിലൊരു പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് അവർക്കൊന്നും അറിയില്ലായിരുന്നു. അവരോടൊന്നും ഇവർ ഈ പ്രശ്നങ്ങളോ സാമ്പത്തിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ലോണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അധികം പങ്കുവച്ചിട്ടില്ല എന്നാണ് മെമ്പർ അടക്കം പറഞ്ഞ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. സാമ്പത്തികമായ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെന്നറിയാം. അത്തരത്തിൽ ഇത്തരം ഒരു കൂട്ടാത്മഹത്യയിലേക്ക് പോകാൻ മാത്രമുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളതൊരു ചോദ്യമായി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കുടുംബം സാമൂഹ്യപരമായും അല്ലാത്ത രീതിയിലൊന്നും വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു ജീവിത രീതി മുന്നോട്ട് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായും സമൂഹത്തിലെ പല കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു കുടുംബം തന്നെയാണ്. ലോക്കൽ കമ്മിറ്റി അംഗമാണ് ഈ മരിച്ച ബ്രാഞ്ച് മാനേജർ. അതേപോലെ തന്നെ മക്കളും അത്തരത്തിലൊരു ഉൾവലിഞ്ഞു നിൽക്കുന്ന മക്കളും അല്ല എന്നാണ്. ഇടപെടലുകൾ നടത്തിയിരുന്ന സജീവ രാഷ്ട്രീയ രംഗത്തൊക്കെ സജീവമായിട്ടുണ്ടായിരുന്ന അനിൽകുമാർ, സഹകരണ ബാങ്ക് ജീവനക്കാരൻ കൂടിയായ അനിൽകുമാറാണ് കുടുംബത്തോടെ, അതായത് കൂട്ട ആത്മഹത്യ ചെയ്തത്. സാമ്പത്തിക ബാധ്യതയാണെന്ന് പറയുമ്പോഴും മറ്റ് സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. സ്പോട്ട് ലൈവിന് പോകുന്നത് മറ്റൊരു വാർത്തയിലേക്കാണ്. കൊച്ചിയിൽ ലഹരി മാഫിയയിലെ പ്രധാനികൾ പിടിയിൽ. കൊച്ചി സ്വദേശി റിയാസ്, മുഹമ്മദ് ഹനീഫ എന്നിവരാണ് പിടിയിലായത്. 51 ഗ്രാം MDMA ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. ആലുവയിലും പാലാരിവട്ടത്തും നിരവധി കേസുകളിൽ പ്രതിയാണ് റിയാസ്. ഇടപ്പള്ളിയിൽ നിന്നാണ് പ്രതികളെ ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. നവമി ദിനേശ് ചേരുന്ന വിവരങ്ങളുമായി. നവമിയും ഈ സ്കൂളുകളും കോളേജും ഒക്കെ തുറക്കാൻ പോവുകയാണ്. അതിന് മുൻപ് ഈ യുവാക്കളെ, വിദ്യാർത്ഥികളൊക്കെ കേന്ദ്രീകരിച്ച് ലഹരി സംഘങ്ങൾ നഗരം കീഴടക്കുന്നുണ്ട്. ഇവിടെ ഒരു പല സ്കൂൾ പരിസരത്തൊക്കെ പോലീസിൻ്റെ എക്സൈസിൻ്റെ ഒക്കെ പരിശോധനകൾ ശക്തമാണ്. ഈ പിടിയിലായ റിയാസും മുഹമ്മദ് ഹനീഫയും ഈ ലഹരി ഇടപാടിലെ പ്രധാനികളാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എങ്ങനെയാണ് ഇവരിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞത്? ടോം, ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന കൊച്ചിയിലെ പ്രധാനപ്പെട്ട ലഹരി വിതരണക്കാരെ സംബന്ധിച്ച് ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്നും, അല്ലെങ്കിൽ ഇവർക്കെതിരായിട്ടുള്ള ഒരു നിരീക്ഷണം പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഒക്കെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഇവരെ കുറിച്ച്. കൊച്ചി സ്വദേശികളായിട്ടുള്ള റിയാസിനെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇയാളാണ് കൊച്ചിയിലെ പ്രധാനപ്പെട്ട ലഹരി വിതരണക്കാരിൽ ഒരാളെന്നാണ് പോലീസിന് മനസ്സിലായത്. ഇയാളിൽ നിന്നും 51 ഗ്രാം MDMA ആണ് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. ഇയാൾക്കൊപ്പം മുഹമ്മദ് ഹനീഫ് എന്നൊരാൾ കൂടി പിടിയിലായിട്ടുണ്ട്. ആലുവയിലും പാലാരിവട്ടത്തുമായി നിരവധി കേസുകളുള്ള ഒരാൾ കൂടിയാണ് ഇവർ രണ്ടുപേരും. എന്നാലും പോലീസ് പറയുന്നത് പ്രകാരം ഇവരെ കുറിച്ച്, അതായത് കുറച്ച് നാളുകളായി കൊച്ചി നഗരത്തിൽ പലയിടങ്ങളിലും പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും യുവതികൾക്കുമൊക്കെ ലഹരി എത്തിച്ചു നൽകുന്നവരാണ് ഈ പ്രതികളെന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇവരെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ, അല്ലെങ്കിൽ ഒരു നിരീക്ഷണമൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇടപ്പള്ളിയിൽ നിന്നും ഡാൻസ് ഓഫ് സംഘം ഇവരെ പിടികൂടിയിരിക്കുന്നത്. ഒപ്പം ഇനി ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്കൂൾ തുറക്കുന്ന സമയമാണ്. ഈ ലഹരി ഉപയോഗം, അല്ലെങ്കിൽ സ്കൂൾ മേഖലകൾ, വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വിതരണം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇനി കടന്നു വരുന്നു. വീണ്ടും സ്കൂളും കോളേജും ഒക്കെ തുറക്കുമ്പോൾ വീണ്ടും ലഹരികൾ സുലഭമാകുന്നു. അങ്ങനെ അത് തടയുന്നതിന് വേണ്ടി ഇതിന്റെ പ്രധാനപ്പെട്ട വിതരണക്കാരെ, അല്ലെങ്കിൽ ലഹരി വിതരണം ചെയ്യുന്ന ആളുകളെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം പോലീസ് ശക്തമാക്കുന്നുണ്ട്. വേണ്ട രീതിയിലുള്ള നടപടികൾ, ഒപ്പം ഈ രാത്രികാല പട്രോളിംഗ് ഒക്കെ ശക്തമാക്കുകയാണ് കൊച്ചിയിലെ പോലീസ്. തീർച്ചയായും നവമി, എന്തായാലും പോലീസും എക്സൈസും ഒക്കെ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ലഹരി മാഫിയക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഈ രാത്രി സമയങ്ങളിൽ പ്രത്യേകിച്ചും കൊച്ചി നഗരത്തിൽ ലഹരി ഇടപാടുകൾ വളരെ സജീവമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിനെതിരെ പ്രത്യേകിച്ചും ഈ സ്കൂളും കോളേജും ഒക്കെ തുറക്കാൻ പോകുമ്പോൾ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ സ്കൂൾ കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. എക്സൈസിൻ്റെ അല്ലെങ്കിൽ പോലീസിൻ്റെയൊക്കെ ഇടപെടലുകൾ ഈ ലഹരിക്കെതിരെ എങ്ങനെയാണ് നടക്കുന്നത്? ബോധവൽക്കരണമടക്കം അനിവാര്യമായിട്ടുള്ള സമയമല്ലേ ഇത്?
വളരെ ശക്തമായി തന്നെയാണ് പോലീസും എക്സൈസും ഒക്കെ ഇതിന്റെ ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ ഇതിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഒരു സമയത്ത് ഈ സ്കൂളുകളൊക്കെ അടയ്ക്കുന്നതിന് 2 മാസം മുൻപ് നമ്മൾ കേട്ട വാർത്തകൾ അല്ലെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് എല്ലാം തന്നെ ഈ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ യുവാക്കൾ ലഹരിക്ക് അടിമയായവർ ആക്രമണം അഴിച്ചുവിടുന്നു, കൊലപ്പെടുത്തുന്നു, അങ്ങനെയുള്ള വാർത്തകൾ ഒരു സമയത്ത് നമ്മൾ ഇതിനെതിരെ വലിയ ഒരു പോരാട്ടം നടത്തിയതാണ്, വലിയ തരത്തിലുള്ള ക്യാമ്പയിനുകൾ. അത് മാധ്യമപ്രവർത്തകർ നമ്മളടക്കം വലിയ രീതിയിൽ ഇതിനെതിരായിട്ടുള്ള ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകളും ഒക്കെ സംഘടിപ്പിച്ചതായിരുന്നു. സർക്കാരും അതിന്റെ ഭാഗമായി സർക്കാരും എല്ലാ മേഖലയിലും സർവ്വമേഖലയിലെ സിനിമാ മേഖലയിലായിക്കോട്ടെ, സർക്കാർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് മേഖലയിലുള്ള കോളേജുകൾ കേന്ദ്രീകരിച്ച് സ്കൂളുകൾ കേന്ദ്രീകരിച്ചൊക്കെ ഇതിനെതിരെ വലിയൊരു ബോധവൽക്കരണം പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ഇപ്പോഴും ഈ ലഹരി വേട്ട അതിൽ യാതൊരുവിധ അതിലൊരു കോംപ്രമൈസും ഇല്ലാതെ ശക്തമായി തന്നെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഡാൻസർ സംഘം കൃത്യമായി തന്നെ നിരീക്ഷിച്ച് ഇങ്ങനെയുള്ള ആളുകൾ പ്രധാനപ്പെട്ട വിതരണക്കാരെ ഒക്കെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം, ഇവർ ആർക്കൊക്കെയാണ് നൽകുന്നത്, വിദ്യാർത്ഥികൾക്കൊക്കെ എങ്ങനെയാണ് ലഹരി എത്തുന്നത്, സ്കൂൾ കുട്ടികളെ ഇതൊരു കാരിയറായി സ്കൂൾ കുട്ടികളെയും ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം ആണിപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം അത് ടീച്ചേഴ്സിനായിക്കോട്ടെ, സ്കൂൾ അധികൃതർക്കായിക്കോട്ടെ, രക്ഷിതാക്കൾക്കായിക്കോട്ടെ, ഇവർക്ക് എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ഒരു ബോധവൽക്കരണം അടക്കം നൽകിക്കൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാരും കേരള പോലീസും എക്സൈസും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. നവമി സൂചിപ്പിച്ചതുപോലെ ഇതൊരു ബോധവൽക്കരണം കൊണ്ട് മാത്രമേ ഈ കാലഘട്ടത്തിൽ പുതിയ തലമുറയെ ഈ ലഹരിയിൽ നിന്നും മോചിപ്പിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് എക്സൈസിന്റെ ഭാഗത്തുനിന്നും കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ലഹരിക്കെതിരായ നടപടികൾ, കർശനമായ നടപടികളും സ്വീകരിക്കുന്നുണ്ട്. ആലപ്പുഴ ബീച്ചിൽ താൽക്കാലിക കട തകർന്നു വീണ് പെൺകുട്ടി മരിച്ച സംഭവം സുരക്ഷാ വീഴ്ചകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കുണ്ടായ അപകടത്തിലാണ് പള്ളാത്തുരുത്തി സ്വദേശിനി നിത്യ എന്ന 18-കാരി മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന യുവാവിനും സാരമായി പരിക്കേറ്റു. മഴ കൊള്ളാതിരിക്കാൻ ഇവർ കയർന്നു നിന്ന താൽക്കാലിക കട കാറ്റിൽ തകർന്നു വീഴുകയായിരുന്നു. ബീച്ചിൽ കടകൾ നിർമ്മിക്കാൻ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. നിത്യേന നിരവധി സന്ദർശകർ ബീച്ചിൽ എത്തുന്നുണ്ടെന്നിരിക്കെ ഇത്തരം കാര്യങ്ങളിൽ അധികൃതർ യാതൊരു ശ്രദ്ധയും പുലർത്താറില്ലെന്ന് സമീപവാസികളും കുറ്റപ്പെടുത്തുന്നു. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശരണ്യ, കഴിഞ്ഞ ദിവസമാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. നിത്യ എന്ന ഈ പെൺകുട്ടിക്ക്, അതായത് 18-കാരി മരിക്കുന്നു, ഒപ്പമുണ്ടായിരുന്ന യുവാവിന് സാരമായി പരിക്കേൽക്കുന്നു. കൃത്യമായ സുരക്ഷാ വീഴ്ച, മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആലപ്പുഴ ബീച്ചിലടക്കം ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്ത് നടപടിയാണ് പ്രത്യേകിച്ച് ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിലെങ്കിലും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടുണ്ടോ? ടോമെ, ആലപ്പുഴ ബീച്ചിൽ ആയിരക്കണക്കിന് സന്ദർശകരാണ് നിത്യേന വന്നു പോകുന്നത്. പലരും ബീച്ചിൽ നിർമ്മിച്ചിട്ടുള്ള നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട നിത്യയുടെ മരണത്തിലേക്ക് നയിച്ച അപകടത്തിലേക്ക് കൊണ്ടെത്തിച്ച ആ കടകൾ ഉൾപ്പെടെയുള്ള നിരവധി കടകളാണ് ആലപ്പുഴ ബീച്ചിലുള്ളത്. ഇത് തുറമുഖ വകുപ്പിന്റെ ലൈസൻസോടു കൂടിയാണ് ഈ കടകൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഈ ലൈസൻസിൽ കൊടുത്തിരിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ ഈ കടകളുടെ കാര്യത്തിൽ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായി പരിശോധിക്കേണ്ടത്. അതിൽ തന്നെ ഇന്നലെ 18 വയസ്സുകാരിയായ പള്ളാത്തുരുത്തി സ്വദേശി നിത്യയാണ് സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടത്. അതായത് ഇന്നലെ അതിശക്തമായ കാറ്റ്, മഴയും അനുഭവപ്പെട്ടു. തുടർന്ന് ബീച്ചിലെത്തിയിരുന്ന ഇവർ പിന്നീട് ഈ തുറമുഖത്തിൽ ഈ ബീച്ചിന്റെ കടൽപ്പുറത്ത് തന്നെ ഉള്ള ഈ കടയുടെ മുന്നിലേക്ക് കയറി നിൽക്കുകയായിരുന്നു. അതിന് മുന്നിലേക്ക് വലിച്ചു കെട്ടിയ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഷീറ്റുകൾ ഇട്ടിട്ടുള്ള ഫ്രണ്ട് ഭാഗം മഴ നനയാടിക്കാൻ വേണ്ടിയുള്ള നിർമ്മാണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അവിടെ നിൽക്കുന്നതിനിടയിലാണ് ശക്തമായ കാറ്റ് വീശുകയും ഇവരുടെ ദേഹത്തേക്ക് ആ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ആ കട മറിഞ്ഞു വീഴുകയും ചെയ്യുന്നത്. നിത്യ ആ സമയത്ത് തന്നെ, അതായത് സ്പോട്ടിൽ തന്നെ നിത്യ മരണപ്പെട്ടു എന്നുള്ളതാണ്. കൂടെ ഉണ്ടായിരുന്ന യുവാവിന് ഗുരുതരമായ പരിക്കാണ്, പാതിരപ്പള്ളി സ്വദേശിയായ യുവാവിന് ഗുരുതരമായ പരിക്കാണ് ഉണ്ടായിട്ടുള്ളത്. ഇദ്ദേഹത്തെ ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നട്ടെല്ലിന് കാര്യമായ ക്ഷതം സംഭവിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്ന. അത്തരത്തിൽ കീപ്പോട്ട് ഇപ്പോൾ തളർന്ന അവസ്ഥയിലാണ് ആ യുവാവ് ഉള്ളത് എന്നുള്ളതാണ്. അത്തരത്തിൽ ഗുരുതരമായൊരു പ്രശ്നത്തിലേക്ക് എത്തിയെങ്കിൽ പോലും ഇതൊരു കാലവർഷക്കെടുതി എന്നതിനപ്പുറത്തേക്ക് ചില പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഈ കടകൾ താൽക്കാലികമായ നിർമ്മാണങ്ങൾക്കാണ് ആലപ്പുഴ
ബീച്ചിൽ അനുമതി നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ ഈ എപ്പോൾ വേണമെങ്കിലും നീക്കാൻ കഴിയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ ഉപയോഗിച്ചതിന് ശേഷം, അതായത് പ്രവർത്തന സമയം കഴിഞ്ഞ് ഇത് മാറ്റി വെക്കത്തക്ക രീതിയിൽ ഉള്ള ഒരു ക്രമീകരണമാണ് ഇതിന് തുറമുഖ വകുപ്പ് നൽകിയിട്ടുള്ളതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു എക്സ്റ്റൻഷൻ വർക്ക്, അതായത് ആ കട നമ്മൾ കണ്ടാൽ അറിയാം, അതിന്റെ മുന്നിലേക്ക് തകര ഷീറ്റുകൾ കൊണ്ട് ഇരുമ്പ് കൊണ്ടുമുള്ള നിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട്. അത്രയും ഭാരമുള്ള രീതിയിലേക്ക്, കാറ്റ് പിടിക്കുന്ന രീതിയിലേക്കാണ് അത്തരം ഒരു നിർമ്മാണം നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. ഇത് തുറമുഖ വകുപ്പ് പറഞ്ഞ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ളതല്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അത്തരത്തിൽ മാനദണ്ഡ പ്രകാരം ഈ പോർട്ടബിൾ ആയിട്ടുള്ള ശരണി, ആരാണ് ഇവർക്ക് ഇതിനൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയുള്ള അനുമതി കൊടുക്കുന്നത്? നഗരസഭയുടെ അനുമതിയോട് കൂടിയാണോ, അതോ ഇത് നിയമവിരുദ്ധമായി ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ബീച്ചിലും സമീപ പ്രദേശങ്ങളിലും നടക്കുന്നുണ്ടെന്നാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? ടോമി, ഇത് ആയിരക്കണക്കിന് സഞ്ചാരികൾ ദിവസേന എത്തുന്ന ആളുകളൊക്കെ തന്നെയും ഇപ്പോ അവിടെ നമ്മൾ ഇത്തരം ചെറു കടകളെ ആശ്രയിക്കുന്നു. അത് പലരുടെയും ഉപജീവന മാർഗം തന്നെയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് പലരും ഇത്തരത്തിലുള്ള കടകൾ പിടിച്ചതിന് ശേഷം, അതായത് പ്രദേശവാസികളായ ആളുകൾ ഇത്തരത്തിലുള്ള കടകൾ പിടിച്ചതിന് ശേഷം പിന്നീട് അത് വലിയ തുകയ്ക്ക് പണയത്തിനൊക്കെ നൽകിയാണ് പ്രവർത്തിക്കുന്നത്. ഡയറക്റ്റ് ആരും തന്നെ ഇത് പ്രവർത്തിപ്പിക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. പല രാഷ്ട്രീയ സ്വാധീനമുള്ളവരും അല്ലാത്ത ആളുകളും ഒക്കെ ചേർന്ന്, തൊഴിലാളി സംഘടനകളുടെ ആളുകളും ഒക്കെ ചേർന്ന് ആദ്യം DTPCയുടെ കയ്യിൽ നിന്നും, DTPC അല്ല, അതായത് ശരിക്കും പറഞ്ഞാൽ തുറമുഖ വകുപ്പിന്റെ അധീനതയിലുള്ളതാണ് ആലപ്പുഴ കടപ്പുറം. ഇതിൽ ലൈസൻസി എന്നുള്ള അതോറിറ്റി തുറമുഖ വകുപ്പാണ്. പക്ഷെ DTPCക്കും ഇതിനകത്ത് ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ കൊടുക്കുന്ന ഈ കടമുറികൾ എന്ന് പോലും പറയാൻ കഴിയില്ല. അതൊരു പോർട്ടബിൾ ആയിട്ടുള്ള, അതായത് മൂവ് ചെയ്ത് മാറ്റാൻ കഴിയുന്ന രീതിയിലുള്ള, നമുക്ക് ഉന്തുവണ്ടികൾ പോലെയുള്ള അത്തരത്തിലുള്ള കടകളാണ് അവിടെ നൽകിയിട്ടുള്ളത്. അതിനെയാണ് കുറെ കൂടി മോഡിഫൈ ചെയ്തുകൊണ്ട് ആ രീതിയിൽ അശാസ്ത്രീയമായ പല ക്രമീകരണങ്ങളും അവിടെയുള്ള ആളുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയപ്പോൾ, പ്രത്യേകിച്ച് നല്ല കാറ്റുള്ള ബീച്ച് പോലെയുള്ള ഒരു ഇടത്ത് ഇങ്ങനെ ഇപ്പോൾ ഒരു വലിയൊരു അപകടം നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് 2 യുവാക്കളായ ആളുകളുടെ ജീവിതത്തെ പൂർണ്ണമായി തകർക്കുന്ന രീതിയിലേക്ക് ഒരു അപകടമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതിൽ പോർട്ട് ഈ ലൈസൻസ് നൽകിയിട്ടുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ചല്ല ഈ കടകൾ പ്രവർത്തിക്കുന്നത് വ്യാപകമായ ആരോപണം ഉയരുന്നുണ്ട്. അത് വെരിഫൈ ചെയ്യേണ്ട പോർട്ട് ആ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരമൊരു കാര്യം അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് ആ മറിഞ്ഞ കട കണ്ടാൽ തന്നെ അറിയാം, അതിന് ഫ്രണ്ടിലേക്ക് ഷീറ്റുകൾ വലിച്ചു കെട്ടിയിട്ടുണ്ട്, ഇരുമ്പ് വെച്ചിട്ടുള്ള കൺസ്ട്രക്ഷൻ നടന്നിട്ടുണ്ട്. അത് ഈ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ളതല്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇന്നലെ നല്ല മഴയും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ആളുകൾ വളരെ കുറവായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ അപ്പോൾ തന്നെ ആ ദൃശ്യങ്ങൾ കാണാം, പല കടകളുടെയും ഫ്രണ്ടിൽ ആളുകൾ ഇത്തരത്തിൽ മഴ പെയ്തപ്പോൾ കയറി നിന്നിട്ടുണ്ട്. അങ്ങനെ കയറി നിന്ന് രണ്ടുപേരുണ്ട്, ഒരു 18കാരിയുടെയും ഒപ്പം തന്നെ മറ്റൊരു യുവാവിന്റെ ജീവിതത്തിൽ തന്നെ ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ, ഒരാളുടെ മരണത്തിലേക്കും മറ്റൊരാളെ തളർത്തുന്ന രീതിയിലേക്കും ആ അപകടം മാറി എന്നുള്ളതാണ്. എന്നാലും ഇതിൽ വിശദമായ പരിശോധന വേണം എന്നുള്ള ഒരാവശ്യമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ അപകടം നടന്നിട്ടുണ്ടെങ്കിൽ വ്യക്തമാണ്. ശരണ്യ സ്നേഹിതനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇത്തരം അനാസ്ഥ മൂലം ഒരു പെൺകുട്ടിയുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. യുവാവ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഇതുപോലുള്ള അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണം. ശക്തമായ കാറ്റിനും മഴയ്ക്കുമൊപ്പം കാട്ടാന ഭീതിയിലാണ് ഇടുക്കി ചിന്നക്കനാൽ സിങ്കുകണ്ടം നിവാസികൾ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആക്രമണകാരിയായ ചക്കക്കൊമ്പൻ ജനവാസ മേഖലയിൽ തമ്പടിച്ച് നാശം വിതയ്ക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലെത്തിയ കാട്ടാന സിങ്കുകണ്ടത്തെ വീട് ഇടിച്ചു നിരത്തി. ഇത് 2ാം തവണയാണ് ചക്കക്കൊമ്പൻ തന്റെ വീട് തകർക്കുന്നതെന്ന് അമുദ സുരേഷ് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ താമസം തുടങ്ങിയിട്ട് 30 വർഷങ്ങളായി. എനിക്ക് ഇതുവരെയായിട്ട് ഞാൻ ഇത്രയും നാൾ കെട്ടിക്കാതെ മുമ്പ് അച്ഛൻ്റെ അമ്മയുടെ കൂട്ടത്തിലായിരുന്നു. ഇപ്പം എന്നെ കെട്ടിച്ച് വിട്ടിട്ട് ഒരു 9 വർഷങ്ങളായി. 9 വർഷമായിട്ട് ഇതിനകത്ത് താമസിക്കുവാണ് ഞാൻ. ഇപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ കൂട്ടത്തിലാണ് ഞാൻ ഇരുന്നത്. ഇപ്പം നിലവിൽ ഈ വീട് പണിതിട്ട് ലോൺ വീടിന് അപേക്ഷ വെച്ചായിരുന്നു. അതിന് കിട്ടാത്ത കാരണം കൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം താമസിക്കാനുള്ള ചെറിയ ഒരു പെറയായിട്ട് സെറ്റ് പണിതിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു 4 മാസത്തേക്ക് മുമ്പിൽ വന്നിട്ട് യാണ തട്ടി ഈ വീട്. അന്നേരവും ഗവൺമെൻറ്റുമായിട്ടോ ഇതുമായിട്ടോ എനിക്ക് ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടിയില്ല. ഇപ്പോൾ 2ാമത്തെ ഇന്നലെ ഞാൻ നാട്ടിനെ എനിക്ക് 2 പിള്ളേരുള്ളതാണ്, മക്കൾ. ഒരാൾ 5ലും ഒരാൾ 1ാം ക്ലാസ്സിൽ ഈ വർഷം ചേർക്കണം. എനിക്ക് 2 പിള്ളേരും ഉണ്ട്. ഇപ്പോൾ ഈ മഴയും കാറ്റത്ത് കറണ്ടില്ല എനിക്ക് ഈ വീട്ടിലേക്ക്. കറണ്ടും ഇല്ല, അങ്ങനത്തെ സംവിധാനവും എനിക്കില്ല, വീടില്ല. കാട്ടാനശല്യത്തിന് ശാശ്വതമായ പരിഹാരം വേണമെന്ന് ചിന്നക്കനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ ആവശ്യപ്പെട്ടു.
തന്നെയാണ് മറ്റേ ചക്കക്കൊമ്പൻ ആന നിൽക്കുന്നത്. ഇന്നലെ 7 മണിയായപ്പോൾ തന്നെ സിറ്റി കയറി വന്നു കഴിഞ്ഞ് കാറ്റും മഴയത്ത് ആന എങ്ങോട്ടാ പോകണമെന്ന് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. RRT ടീമൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഒരു 9 മണിയോടുകൂടിയാണ് ഇന്നലെ ഈ വീട് ഇവിടെ വന്ന് ഈ ആന തള്ളുന്നത്. ഇവർ ഭാഗ്യത്തിന് ഇന്നലെ കൊച്ചിനെ ചേർക്കാൻ തമിഴ്നാട്ടിൽ പോയതുകൊണ്ട് മാത്രം അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഒരു അപകടം സംഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 3 മാസങ്ങൾക്ക് മുമ്പും ഇതേ വീട് വന്ന് പൊളിച്ചാണ്. ഇവർക്ക് ഒന്നാമത് ലൈഫിൽ പേരൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട് വെക്കാനും അവരുടെ സ്വന്തം പൈസ മുടക്കിയാണ് ഇവർ ഇത്രയും കാണിച്ചു വെച്ചേക്കുന്നത്. അത് 2ാമത്തെ പ്രാവശ്യമാണ് ആന വന്നിപ്പോൾ പൊളിച്ചു കളയുന്നത്. ആനശല്യം അടുത്ത കാലത്തായിട്ട് രൂക്ഷമാണോ? രൂക്ഷമാണ്. എന്നും ഒരു 6 മണി 7 മണിയാകുമ്പോഴത്തേന് തന്നെ ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങുകയാണ്. ചക്കക്കൊമ്പൻ എന്ന് പറയുന്ന ആന ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോഴും ഇവിടെ. പ്രിൻസ് ജെയിംസ് ചേരുന്നു ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി. പ്രിൻസ്, ഈ ചക്കക്കൊമ്പന്റെ ആക്രമണത്തിൽ ഇതിനു മുൻപ് ഭീതിയോടെ കഴിഞ്ഞിരുന്ന ജനങ്ങൾ വീണ്ടും അതേ അവസ്ഥയിലേക്ക് മാറുന്നു. അതായത് ചക്കക്കൊമ്പൻ അവിടെ തമ്പടിച്ച് ആക്രമണം വിതയ്ക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് അവിടെ ഒരു വീട് പൂർണ്ണമായും തകർത്തൊരവസ്ഥയാണ്. ഇപ്പോഴും ആന അവിടെ ഈ സ്ഥലത്ത് തന്നെ ഉണ്ടോ? വനംവകുപ്പ് എന്താണ് പറയുന്നത്? ഈ കാട്ടാനയെ അവിടെ നിന്നും തുരത്താൻ എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്? ഇപ്പം ഏതാനും ദിവസങ്ങളായി സിംഗുകണ്ഠം ചിന്നക്കനാൽ മേഖലയിൽ ചക്കക്കൊമ്പന്റെ സാന്നിധ്യമുണ്ട്. തുടർച്ചയായി എല്ലാ ദിവസങ്ങളും തന്നെ ചക്കക്കൊമ്പൻ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ വീടിന് നേരെ ആക്രമണം ഉണ്ടായും ഒപ്പം റേഷൻ കട ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് പതിവായി ഈ ചക്കക്കൊമ്പൻ ജനവാസ മേഖലയിൽ ഇറങ്ങുകയും വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും ഒക്കെ നേരെ ആക്രമണം നടത്തുകയും ചെയ്തൊരു സാഹചര്യമാണ് ഉള്ളത്. ഇതിൽ അമൃത സുരേഷിന്റെ വീട് 2ാം തവണയാണ് ആക്രമിക്കുന്നത്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ വലിയ ബുദ്ധിമുട്ടിലാണ് ജനങ്ങൾ. കാരണം വലിയ തോതിലുള്ള മഴ പെയ്യുന്നു, ശക്തമായ കാറ്റുണ്ട്. അതോടൊപ്പമാണ് ഈ കാട്ടാനയുടെ ഒരു സാന്നിധ്യവും ജനവാസ മേഖലയിലുള്ളത്. ഈ അതിശക്തമായ കാറ്റും മഴയുമുള്ള സാഹചര്യത്തിൽ കാട്ടാനകൾ എവിടെ നിൽക്കുന്നതെന്ന് പോലും ജനങ്ങൾക്ക് പലപ്പോഴും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അത് ആക്രമണത്തിനുള്ള സാഹചര്യങ്ങൾ കൂട്ടുകയും ചെയ്യുന്നു. ഒപ്പം RRT ടീമൊക്കെ ഇവിടെ മേഖലയിൽ ഉണ്ടെങ്കിൽ പോലും ഈ മഴയുടെയും കാറ്റിന്റെയും ഒക്കെ സാഹചര്യമുള്ളതിനാൽ ഇവയെ കൃത്യമായി തുരത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയിലാണ് ജനങ്ങൾ. ഈ മഴയ്ക്കൊപ്പം ഈ കാട്ടാനുള്ള സാന്നിധ്യം കൂടി ഈ ജനവാസ മേഖലയിലുള്ളത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു നിലപാട് ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ചക്കക്കൊമ്പൻ ഏതാനും നാളുകളായി ഇപ്പോൾ പതിവായി എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. മിക്ക ദിവസങ്ങളിലും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു, വീടുകൾക്ക് നേരെ ആക്രമിക്കുന്നു, ഒപ്പം വാഹനങ്ങളെ ആക്രമിക്കുന്നു, വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. അങ്ങനെ തുടർച്ചയായി ഈ ആക്രമണം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ആനയെ നിന്ന് ഒഴിവാക്കുന്നു അല്ലെങ്കിൽ പൂർണ്ണമായും ഉൾവനത്തിലേക്ക് നടത്തിവിടുന്നതിനായി സ്ഥിരമായ ഒരു നടപടി ഉണ്ടാവണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. പ്രിൻസ്, സാധാരണ ഈ വേനൽക്കാലത്താണ് വന്യമൃഗങ്ങൾ അല്ലെങ്കിൽ കാട്ടാനയൊക്കെ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത്. വെള്ളം കുടിക്കാൻ വേണ്ടി മറ്റുമൊക്കെ എത്താറുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇവിടെ മഴക്കാലമായിട്ടും ഈ പതിവായി ഈ സമയങ്ങളിലൊക്കെ ഇങ്ങനെ കാട്ടാന ശല്യം ഈ പ്രദേശത്ത് ഇതിനു മുൻപൊക്കെ ഉള്ളതാണോ? ഒരു 2 വർഷങ്ങൾക്ക് മുൻപ് വരെ അരിക്കൊമ്പൻ, ഒപ്പം ചക്കക്കൊമ്പൻ, മുട്ടവാലൻ തുടങ്ങി നിരവധി ആനകളുടെ ഒരു ശല്യം പ്രദേശത്തുണ്ടായിരുന്നു. പിന്നീടാണ് ഈ ജനവാസ മേഖല വീടുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ പതിവായതോടെയാണ് അരിക്കൊമ്പനെ ഇവിടെ നിന്ന് കാട് കെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായ വലിയ കോലാഹലമൊക്കെ സൃഷ്ടിച്ചൊരു സംഭവമാണ്. അതിനുശേഷം അരിക്കൊമ്പന്റെ സാഹചര്യം മാറിയോടെ ഏതാനും നാളുകളിലേക്ക് ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഇല്ലാതായി മാറിയിരുന്നു. ഒപ്പം മൊട്ടവാലൻ അല്ലെങ്കിൽ മുറിവാലൻ എന്നറിയപ്പെടുന്ന ആന ചക്കക്കൊമ്പനുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയും ചെയ്തു. അങ്ങനെ വലിയ തോതിലുള്ള ഒരു ആക്രമണം കുറഞ്ഞു. എങ്കിൽ പോലും ചക്കക്കൊമ്പൻ ഇപ്പോൾ പതിവായി ഏതാനും മാസങ്ങളായി സ്ഥിരമായ ജനവാസത്തിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമാണ്. ഈ വീടുകൾക്ക് സമീപമുള്ള ഭക്ഷണ സാധനങ്ങൾ എടുക്കുക, ഒപ്പം വീടുകൾ തകർത്ത അരി അടക്കമുള്ള ഭക്ഷണം കഴിക്കുക തുടങ്ങി ഉള്ള സാഹചര്യങ്ങളാണ് ഈ രീതികളാണ് ഈ ഇത്തരം ആനകൾ, ചക്കക്കൊമ്പനെ പോലുള്ള ആനകൾ പതിവായി ജനവാസ മേഖലയിൽ തന്നെ തീറ്റ തേടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത്തരം ആനകൾ മാറിയിരിക്കുന്നു. അത് വലിയൊരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും മതികിട്ടാൽ പോലെ ദേശീയോദ്യാനത്തിലെ മേഖലയിൽ ഒറ്റയാന്മാർ ഇങ്ങനെ ജനവാസ മേഖലയെ കേന്ദ്രീകരിച്ചുള്ള തമ്പടിക്കുന്ന സാഹചര്യമാണ് മുൻകാലങ്ങളിൽ ഏതാനും വർഷങ്ങളായി കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇവയെ ഇവിടുന്ന് പൂർണ്ണമായി നീക്കം ചെയ്യുന്നുള്ള ഇടപെടൽ ഉണ്ടാവണമെന്നുള്ള ആവശ്യം പല കാലങ്ങളായി ഉയർത്തുന്നുണ്ട്. അരിക്കൊമ്പനെ ഇവിടുന്ന് മാറ്റുന്ന തീരുമാനമെടുക്കുന്ന കാലഘട്ടത്തിൽ ചക്കക്കൊമ്പനെയും റേഡിയോ കോളർ ഘടിപ്പിച്ച് നിരീക്ഷിക്കുമെന്നൊരു പ്രഖ്യാപനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം വിവിധ മേഖലകളിൽ ആനയെ നിരീക്ഷിക്കുന്നതിനും ആളുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി സൂചനാ മാർഗങ്ങളൊക്കെ സ്വീകരിക്കുമെന്നും ഒക്കെ നിർദ്ദേശങ്ങൾ അന്ന് ഉയർന്നിരുന്നു. പ്രത്യേകിച്ചും സിംഗുകണ്ഠം, ചിന്നക്കനാൽ മേഖലകളിൽ, ഒപ്പം ബോഡിമെട്ട് മേഖലയിലൊക്കെ കാട്ടാനയുടെ സാന്നിധ്യം മുൻകൂട്ടി വ്യക്തമാക്കുന്നതിന് നാട്ടുകാർക്കും വാഹനയാത്രികർക്കും ഒക്കെ അറിയിപ്പ് നൽകുന്ന
ഇതിനെ സംവിധാനങ്ങൾ ഒരുക്കുമെന്നൊക്കെയുള്ള പ്രഖ്യാപനം അന്നുണ്ടായിരുന്നു. അപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി സൗരോർജ്ജ വേലി അടക്കമുള്ള സംവിധാനങ്ങൾ ഈ ജനവാസ മേഖലയ്ക്ക് അതൊക്കെ ഈ വനംവകുപ്പിന്റെ ഭാഗത്തിന് പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഇതുപോലെ ഇപ്പോഴും ഈ കാട്ടാന ആക്രമണത്തിന്റെ വന്യജീവി ആക്രമണത്തിന്റെ ഭീതിയിൽ കഴിയേണ്ട ഒരു ഗതികേടിലാണ് ചിന്നക്കനാൽ, സിങ്കുകണ്ടം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ. ഈ പ്രശ്നങ്ങൾക്ക്, ഈ വന്യജീവി ആക്രമണത്തിന് ശാശ്വതമായൊരു പരിഹാരം വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.